കുറച്ചുകൂടെ ആയി വരാനുണ്ട്. അത് നിങ്ങൾ ലിക്വിഡിറ്റിക്ക് ഇമ്പോർട്ടൻസ് കൊടുക്കാതെ പ്രാക്ടീസ് ചെയ്തുകൊണ്ട് വരുന്ന ഇഷ്യൂസ് ആണത്. ആണല്ലേ? ഇപ്പോ ഒരു കേസ് ഓക്കെ. പറയുകയാണെങ്കിൽ നോക്ക്, NSD USD മാർക്കറ്റ് ചാർട്ട് കാണാമല്ലോ. ആ NSD USD ഓവറോൾ മാർക്കറ്റ് എന്തായിരുന്നു? ബുള്ളിഷ് ആയിരുന്നു. ബുള്ളിഷ് ആയിരുന്നു. പിന്നെ സോ നമ്മുടെ ഫസ്റ്റ് എൻട്രി എന്ന് പറഞ്ഞ ഈ പോയിന്റിലായിരുന്നു. സോ എൻട്രി മോഡ് റൈഡ് ചെയ്തു. ആൻഡ് ഇവിടെ ഞാൻ സെല്ല് നോക്കാൻ വേണ്ടി പറഞ്ഞിട്ടുണ്ടായിരുന്നു. പക്ഷേ ഈ സെല്ല് നോക്കുക എന്ന് പറയുന്നത് റിസ്ക് ആണ്. എന്തുകൊണ്ടാണ്? ഇത് കൗണ്ടർ ട്രെൻഡ് ആണ്. ഇറ്റ്സ് എക്സ്റ്റേണൽ റേഞ്ച് ലിക്വിഡിറ്റി അല്ലേ? എക്സ്റ്റേണൽ ആണ് ഈ കാണുന്നത്. സോ അത് അതെ. ക്ലിയർ ചെയ്യുന്നതാണ് എക്സ്പെക്ട് ചെയ്യുന്നത്. പക്ഷെ എന്തുകൊണ്ട് ഇതിന് പ്രോബിലിറ്റി കൊടുത്തു വെച്ചാൽ പ്രൈസ് ആ ഒരു ഏരിയയ്ക്ക് വേണ്ടി അത്യാവശ്യം എന്ത് ബിൽഡ് ചെയ്തിട്ടുണ്ട്? ട്രെൻഡ് ലൈൻ ലിക്വിഡിറ്റി. അവിടെ എന്തുവാ ലിക്വിഡിറ്റി ബിൽഡ് ചെയ്തിട്ടുണ്ട്. ട്രെൻഡ് ലൈൻ ലിക്വിഡിറ്റി പ്രൈസ് ബിൽഡ് ചെയ്തിട്ടുണ്ട്. അതിന്റെ ഒരു ഇൻട്രസ്റ്റിംഗ് ഫാക്ട് എന്ന് വെച്ചാൽ ഈ ട്രെൻഡ് ലൈൻ ലിക്വിഡിറ്റി ബിൽഡ് ചെയ്ത് പ്രൈസ് മുകളിലോട്ട് പോകുന്ന സമയത്താണെങ്കിൽ ഈ മുകളിലോട്ട് പോകുന്ന സമയത്താണെങ്കിൽ പോലും പ്രൈസ് മുകളിലോട്ട് പോകുന്ന എന്തിന്റെ ബേസിലാണ്? ലിക്വിഡിറ്റീസ് ബിൽഡ് ചെയ്തുകൊണ്ടാ. സോ ഈ അപ്സൈഡ് ലിക്വിഡിറ്റി ക്ലിയർ ചെയ്തതിനു ശേഷം ഡൗൺ സൈഡ് ലിക്വിഡിറ്റി ക്ലിയർ ചെയ്യുന്ന ഞാൻ എക്സ്പെക്ട് ചെയ്യുന്നത്. പക്ഷേ ഇത്രയും ഒരു ഫോൾ ഞാൻ എന്ത് ചെയ്തിട്ടില്ല, എക്സ്പെക്ട് ചെയ്തില്ലായിരുന്നു. ചെറിയൊരു ഡിപ്പ് തന്നതിന് ശേഷം റിക്കവർ ചെയ്ത് മുകളിലോട്ട് പോകുന്ന ഞാൻ വിചാരിച്ചിട്ടുണ്ടായിരുന്നു. പക്ഷേ ഇത് അത്യാവശ്യം നല്ല മുന്നോട്ട് പോയി, താഴോട്ട് പോയി. കുറച്ച് ആളുകൾ ഈ കാണുന്ന പെർട്ടിക്കുലർ പോയിന്റിനകത്ത് അന്ന് ട്രേഡ് എടുത്തത് ഞാൻ കണ്ടിട്ടുണ്ടായിരുന്നു. എസ്പെഷ്യലി ഷിഫാസ്, പിന്നെ അനന്തും എടുത്തിട്ടുണ്ടായിരുന്നടാ. എടുത്തിട്ടുണ്ടായിരുന്നു. അപ്പൊ അനന്തും എടുത്തിട്ടുണ്ടായിരുന്നു. പക്ഷെ നിങ്ങൾ ശ്രദ്ധിച്ചാൽ മതി, ഞാൻ മുമ്പത്തെ ഒരു Q&Aനകത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നു, പ്രൈസ് എപ്പോൾ നിങ്ങളൊരു എക്സ്റ്റേണൽ ക്ലിയർ ചെയ്യാൻ ഫെയിൽ ആവുകയോ അല്ലെങ്കിൽ കൗണ്ടർ ട്രെൻഡിന്റെ ബേസിൽ ഒരു POയിൽ പ്രൈസ് റിയാക്ട് ചെയ്ത് താഴോട്ട് വരികയാണെങ്കിൽ നമ്മൾ ഈ എടുക്കാൻ ഉദ്ദേശിക്കുന്ന എൻട്രി എന്താവാനുള്ള ചാൻസ് ഉണ്ട്? ഫെയിൽ ആവാനുള്ള ചാൻസ് കൂടുതലാണ്. ഓക്കെ, പ്രൈസ് തിരിച്ച് താഴോട്ട് വന്നതിന് ശേഷം ഇവിടെ ഇനി വേറെ POs ഒന്നുമില്ല. QML ക്ലിയർ ചെയ്തു, ബ്രേക്കർ അൺമിറ്റ് ചെയ്ത് സപ്പോസ് ഈ കാണുന്ന ലോ ഒരു പൊട്ടൻഷ്യൽ ലോ ആണെങ്കിൽ മസ്റ്റ് ആയിട്ടും എന്തിനെ ബ്രേക്ക് ചെയ്തിട്ടുണ്ടാവും? നമ്മുടെ എക്സ്റ്റേണൽ ക്ലിയർ ഓക്കെ. ചെയ്തിട്ടുണ്ടാവും. പക്ഷെ അതെ. ഇവിടെ ഈ ലോക്ക് എന്തിനെ ക്ലിയർ ചെയ്യാൻ വേണ്ടി പറ്റിയില്ല? ഈ എക്സ്റ്റേണലിനെ ക്ലിയർ ചെയ്യാൻ പറ്റിയില്ല. ദാറ്റ് മീൻസ് ഈ കാണുന്ന ഏരിയ എന്താവാനുള്ള ചാൻസ് ഉണ്ട്? വീക്ക് ആവാനുള്ള ചാൻസ് ഉണ്ട്. സോ പ്രൈസ് എവിടേക്ക് വന്നു? അതിനെ ഹണ്ട് ചെയ്തു. തിരിച്ചു വരുന്ന വരയിൽ ഇവിടെ നിന്ന് എന്ത് ചെയ്തു? ഇവരുടെ എല്ലാ SL എടുത്തിട്ടുണ്ട്. പക്ഷേ ഈ കാണുന്ന സെയിം ഏരിയ ഇവിടെ നമ്മുടെ എക്സ്റ്റേണലിൽ പ്രൈസ് കിടക്കുന്നുണ്ട്. ഇവിടെ ക്യാനിലൊരു ഇതിന്റെ മുകളിലുള്ള ലിക്വിഡിറ്റി എല്ലാം എടുത്തെന്ന് വെച്ചോ. ഇവിടെയുള്ള എല്ലാ സെൽ സൈഡ് ലിക്വിഡിറ്റീസും പ്രൈസ് കളക്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ ചിലപ്പോ ഇവിടെ റിയാക്ട് ചെയ്യാനുള്ള ചാൻസ് എന്തായിരുന്നു? കൂടുതലായിരുന്നു. ഒരു 50-50 ചാൻസ് നമുക്ക് എന്ത് ചെയ്യായിരുന്നു? എക്സ്പെക്ട് ചെയ്യായിരുന്നു. പക്ഷെ അതുപോലും ചെയ്തില്ല. കൗണ്ടറിന്റെ POയിൽ റിയാക്ട് ചെയ്ത് പ്രൈസ് താഴോട്ട് വന്നു. സോ റിസ്കിയാണ് ഈ സെറ്റപ്പ് എന്ന് പറയുന്നത്. നിങ്ങൾ നോക്ക്, ഞാൻ ഈ ഏതൊരു Q&Aനകത്ത് പറഞ്ഞിട്ടുണ്ട്, പ്രൈസ് അപ്സൈഡിലേക്ക് റിക്കവർ ചെയ്ത് പോകുന്നതും പക്ഷെ കൗണ്ടറിൽ റിയാക്ട് ചെയ്ത് താഴോട്ട് വരുന്നതും തമ്മിൽ റിയാക്ഷൻസ് കണ്ടോ? ക്യാൻഡലിന്റെ ഫോർമേഷൻ കണ്ടോ? അഗ്രസീവ് ആയിട്ട് പ്രൈസ് എന്ത് ചെയ്യുന്നത്? സെൽ ചെയ്യുന്നത്. പക്ഷെ അതേ സമയത്ത് ബൈ ചെയ്യുമ്പോൾ നോക്കിയേ, രണ്ട് സൈഡിന്റെയും പ്രൈസ് ക്യാൻഡിൽസ്റ്റിക് ഫോർമേഷൻ കണ്ടോ? ഒരുപാട് സമയം എടുത്തിട്ട് മുകളിലോട്ട് പോയതിന് വളരെ കൂളായിട്ടാണ് പ്രൈസ് എന്ത് ചെയ്തത്? താഴോട്ട് കൊണ്ടുവന്നത്. ഇങ്ങനെ കാണുമ്പോൾ തന്നെ നമുക്ക് ഈ ഒരു ഏരിയ ഹോൾഡ് ചെയ്യാനുള്ള ചാൻസ് വളരെ കുറഞ്ഞ് എക്സ്പെക്ട് ചെയ്താൽ മതി. Got it? ഓക്കെ. ലിക്വിഡിറ്റി ബിൽഡ് ചെയ്യുമ്പോൾ നമ്മള് ഇപ്പൊ ട്രെൻഡ് ഇങ്ങനെ പോകുമ്പോഴായാലും നമ്മൾ എക്സ്പെക്ട് ചെയ്യണം അതിനെ ക്ലിയർ ചെയ്യാൻ ചാൻസ് ഉണ്ടെന്ന്. കൗണ്ടർ ട്രെൻഡ് നമുക്ക് എപ്പോഴും റിസ്കി ആണ്. അത് ഞാൻ ഇപ്പോഴേ പറയാം. എല്ലാത്തിലും പോയിട്ട് ഇവിടെ പോയിട്ട് ട്രേഡ് ചെയ്യാൻ നോക്കരുത്. ഓക്കെ, ആൻഡ് ഇപ്പൊ ഇതിന്റെ ബൈ സൈഡ് കേസ് നോക്കുവാണെങ്കിൽ ഇവിടെ ഡബിൾ ബോട്ട് ഉണ്ട്. Can you see that? ഇവിടെ ഒരു ഡബിൾ ബോട്ട് ഉണ്ട്, ഈക്വലും ഉണ്ട്. ഇതെല്ലാം ലിക്വിഡിറ്റി തന്നെയാണ്. ഈ ഈക്വൽ എവിടെ കിടക്കുന്നത്? അബോവ് ദ ഓട്ടോ ബ്ലോക്ക്. അതുകൊണ്ട് ഇതിന്റെ പ്രോബിലിറ്റി കുറച്ചുകൂടി കൂടുതലാണ്. നമ്മളിപ്പോ ഒരു ട്രേഡിംഗ് റേഞ്ച് കൺസിഡർ ചെയ്യുന്ന സമയത്ത് അല്ലെങ്കിൽ ഒരു POI കൺസിഡർ ചെയ്യുന്ന സമയത്ത് നമുക്ക് ലിക്വിഡിറ്റി ഉണ്ടെങ്കിൽ അതിന്റെ പൊട്ടൻഷ്യൽ ഹൈ ആണ്. അതിന്റെ ഏറ്റവും വലിയ എക്സാമ്പിൾ ആണ് നമ്മളൊരു കൺഫർമേഷൻ എടുക്കാൻ വരുന്ന സമയത്ത് ഒരു ഹയർ ടൈം ഫ്രെയിം POI ഇവിടെ ഉണ്ട്. നമ്മൾ ടാപ്പ് ചെയ്ത് കൺഫർമേഷൻ എടുക്കുമ്പോൾ സ്ട്രോങ് ക്യൂം കിട്ടി അല്ലേ?
സോ ഇവിടെ രണ്ട് രീതിയിൽ അപ്രോച്ച് ചെയ്യാം. ഒന്നെങ്കിൽ നിങ്ങൾക്ക് ഡയറക്റ്റ് ആയിട്ട് ഇവിടെ എന്ത് ചെയ്യാം, എൻട്രി പ്ലേസ് ചെയ്യാം. ഓക്കെ, അത് എനി പി ഒസ് ബ്രേക്കോ QML എനി പി ഒസ്. അല്ലെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ഒരു ലിക്വിഡിറ്റി ബിൽഡ് ചെയ്തിട്ട് നിങ്ങൾക്ക് എന്ത് ചെയ്യാം, എന്ത് ചെയ്യാം നോക്കാം. സോ കമ്പാരിറ്റീവ്ലി ഇതിനേക്കാളും പൊട്ടൻഷ്യൽ കൂടുതലാണ് ഏതെന്ന് പറയുന്നത് സെക്കൻഡ് സെറ്റപ്പ് എന്ന് പറയുന്നത്. പക്ഷേ ഇത് എപ്പോഴും നമുക്ക് എന്ത് ചെയ്യണമെന്നില്ല, കിട്ടണമെന്നില്ല. ചിലപ്പോൾ ഇതിന് വെയിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ പ്രൈസ് എന്ത് ചെയ്യും, നേരെ മുകളിലോട്ട് പോകും. പക്ഷെ രണ്ടിനെയും ഒരു പൊട്ടൻഷ്യൽ ഡിഫറെന്റ് ആണ്. കമ്പാരിറ്റീവ്ലി ഇങ്ങനത്തെ സെറ്റപ്സിന് RRഉം കൂടുതലായിരിക്കും ഇതിനേക്കാളും. നമ്മൾ പഠിച്ചിരിക്കുന്ന ഒരു പവർ ഓഫ് 3 ആണെങ്കിലും ഈ പവർ ഓഫ് 3 നമ്മൾ എവിടെയാണ് നോക്കുന്നത്, ഒരു POന്റെ മുകളിൽ, അല്ലെങ്കിൽ ഒരു എന്താ പറയാ ഏഷ്യയുടെ അല്ലെ, ഇതൊരു POI ആണെങ്കിൽ ഇതിന് തൊട്ട് മുകളിലൊരു അക്യുമുലേഷൻ ഫേസ് എന്ന് പറഞ്ഞത് ഇതൊരു എന്താണ്, ലിക്വിഡിറ്റി ആണ്. ലിക്വിഡിറ്റി ആണ്. അത് മാനിപ്പുലേറ്റ് ചെയ്തു. ദാറ്റ് മീൻസ് ബൈ സൈഡ് ലിക്വിഡിറ്റി ഹണ്ട് ചെയ്തു. ഓക്കെ, സോ പ്രൈസ് നമ്മുടെ POയിൽ ടാപ്പ് ചെയ്തു. നെക്സ്റ്റ് പ്രൈസ് എയിം ചെയ്യുന്ന എവിടെ ആയിരിക്കും, സെല്ലായിരിക്കും, സെൽ സൈഡ് ആയിരിക്കും, അല്ലെങ്കിൽ ഈ മുകളിൽ ലിക്വിഡിറ്റി ആയിരിക്കും. അതുകൊണ്ടാണ് ഇത് അഗ്രസീവ് ആയിട്ട് റിയാക്ട് ചെയ്യുന്നത്. രണ്ട് സെല്ല് ലിക്വിഡിറ്റിയും പ്രൈസ് ക്ലിയർ ചെയ്തു. എന്നിട്ട് പ്രൈസ് ഡയറക്ഷൻ എന്ത് ചെയ്തു, ഫോളോ ചെയ്തു. നമ്മൾ ട്രേഡിംഗ് റേഞ്ച് മാർക്ക് ചെയ്തു. ഓക്കെ, ഫോർ എക്സാമ്പിൾ ഒരു ട്രേഡിംഗ് റേഞ്ച് ലിക്വിഡിറ്റി സ്വീപ്പ് ചെയ്തു. സോ ഇവിടെ എനിക്ക് ഒരു POI പ്രൈസ് മാർക്കറ്റ് അത് ക്രിയേറ്റ് ചെയ്യുന്ന വിചാരിക്കാം. ലൈക്ക് ഒരു എന്താ പറയാ ഡിമാൻഡ് സോൺ. പക്ഷേ ഈ ഡിമാൻഡ് സോൺ പാർട്ട് ഓഫ് ലിക്വിഡിറ്റി സ്വീപ്പ് ചെയ്യാനുള്ള ചാൻസ് കൂടുതലായിരിക്കും. ദാറ്റ് മീൻസ് ഇവിടെ വന്നു കഴിഞ്ഞാൽ ഡയറക്റ്റ് എൻട്രീസ് എന്ത് ചെയ്യരുത്, എടുക്കരുത്. നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ ഇവിടെ എന്തെങ്കിലും പോസിബിലിറ്റി ഉണ്ട്, വരാം, റിയാക്ട് ചെയ്യാം, ലിക്വിഡിറ്റി എടുക്കാം, എന്നിട്ടായിരിക്കും പ്രൈസ് ഡയറക്ഷൻ കീപ്പ് ചെയ്ത് മുകളിലോട്ട് പോകുന്നുണ്ടാവും. നമുക്ക് ഒരു ലിക്വിഡിറ്റി ഏതാ പോയിന്റ്, ലിക്വിഡിറ്റി എന്താണെന്ന് ഐഡന്റിഫൈ ചെയ്യാൻ നമുക്ക് ചാർട്ടിനകത്ത് കഴിയണം. ഇല്ലെങ്കിൽ നമ്മൾ സംടൈംസ് നമ്മൾ ലിക്വിഡേറ്റ് ആവാനുള്ള ചാൻസ് കൂടുതലാണ്. ഇനിയിപ്പോ ലിക്വിഡിറ്റി ചാർട്ടിനകത്ത് ഐഡന്റിഫൈ ചെയ്യാൻ ഇനി ബുദ്ധിമുട്ടുന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യുക, ചാർട്ട് പ്രാക്ടീസ് ചെയ്യുക, കമ്മ്യൂണിറ്റി ഒന്ന് ചാർട്ട് ഷെയർ ചെയ്യുക, നമുക്ക് എന്ത് ചെയ്യാം, ഡിസ്കസ് ചെയ്യാം. ഓക്കെ ബ്രോ. ഓക്കെ, വേറെ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ എനിക്ക്? ഇല്ല ബ്രോ. അടുത്ത അലക്സ് ചെയ്യട്ടെ. ഓക്കെ, ഫൈൻ, ശരി. അബി, ഹലോ, മോനെ എന്തെല്ലാം വിശേഷം? നല്ല തന്നെ, സുഖം. എനിക്ക് എന്തെങ്കിലും ഡൗട്ട്സ് എന്തെങ്കിലും ഉണ്ടോ? ഡൗട്ട്സ് അല്ല, നേരത്തെ പറഞ്ഞ പോലെ കുറച്ചു കാലമായിട്ട് എൻട്രീസ് വളരെ ശോകം. ഇൻഡെക്സ് വളരെ കുറവാടാ. പിന്നെ അത് മാത്രല്ല, ചാർട്ടിൽ നോക്കാനുള്ള മൂഡ് തന്നെ ഇല്ല സത്യം പറഞ്ഞു കഴിഞ്ഞാല്. എനിക്കൊന്ന് കുറച്ചും മാത്രം പ്രശ്നമാണെന്നാ. അല്ല, നിന്റെ മാത്രല്ല, എനിക്കുണ്ട് പ്രശ്നം. നീ നോക്കി, ഞാൻ മുമ്പ് പോസ്റ്റ് അത്ര പോലും സെറ്റപ്പ് പോസ്റ്റ് ചെയ്യുന്നില്ല. അത് കണ്ടതിന് മനസ്സിലാവും. മറ്റേ ഞാൻ തെലങ്കും വിലങ്ങും സെറ്റപ്സ് പോസ്റ്റ് ചെയ്യുമ്പോൾ ഇപ്പൊ ഒന്നും പോസ്റ്റ് ചെയ്യാനില്ല. കിട്ടുന്നതാണ് വളരെ ലിമിറ്റഡ് നമ്പർ ഓഫ് ട്രേഡ്സ് ഒക്കെയാണ്. പിന്നെ കഴിഞ്ഞ ദിവസങ്ങളൊക്കെ ഈ യുവിന്റെ ഒക്കെ സെറ്റപ്പ് ഒക്കെ പോസ്റ്റ് ചെയ്ത്, ഞാൻ ഡിസ്കൗണ്ടിനകത്ത് പോസ്റ്റ് ചെയ്ത് നല്ല അഗ്രസീവ് ട്രേഡ്സ് ആയിരുന്നു. പക്ഷെ എൻട്രി ഇല്ലാത്തതുകൊണ്ട് നമുക്ക് വേറെ വഴിയില്ലല്ലോ പോസ്റ്റ് ചെയ്യാൻ. അതാണ്. പക്ഷെ അങ്ങനെ നോക്കുമ്പോ ഭയങ്കര റിസ്ക് ആണ്. നമ്മള് എൻട്രി ഇങ്ങനെ തപ്പി പിടിക്കുമ്പോഴേ. പക്ഷെ ഞാൻ ഷെയർ ചെയ്താണെങ്കിലും പോലും പൊട്ടൻഷ്യൽ എൻട്രീസ് ആയിരുന്നു, അത്യാവശ്യം ഓപ്പർച്യൂണിറ്റീസും കിട്ടുന്നുണ്ട്. നോക്ക്, ഞാൻ കഴിഞ്ഞ ദിവസം നോക്കിയിട്ടുണ്ടായിരുന്ന ഒരു എൻട്രി മോഡലായിരുന്നു ഈ കണ്ടത്. നിങ്ങളെല്ലാം ഡിസ്കൗണ്ടിനകത്ത് കണ്ടായിരുന്നു, ഡിസിഷൻ സോൺ എന്ന് പറഞ്ഞിട്ട് ഞാൻ മാർക്ക് ചെയ്തത്. പക്ഷെ പ്രൈസ് അവിടെ വരാതെ പോയി. പക്ഷെ എനിക്കൊരു സെൽ ഓപ്പർച്യൂണിറ്റി ഉണ്ട്. പക്ഷെ ഈ സെല്ല് റിസ്ക് ആയിരുന്നു. പക്ഷെ ഞാൻ എടുത്തിട്ടില്ല അവിടെ. പക്ഷെ എനിക്കത് പോസ്റ്റ് ചെയ്യായിരുന്നു, റിസ്ക് ആണെന്ന് മനസ്സിലാക്കിയിട്ട് തന്നെ. പക്ഷെ എന്താ വെച്ചാൽ മെയിൻ പ്രോബ്ലം എന്താ വെച്ചാൽ ഇതിനകത്ത് വീക്കം ക്രിയേറ്റ് ചെയ്തിട്ടില്ല. പക്ഷെ അവിടെ നല്ല എൻട്രി കിട്ടിയിട്ടുണ്ടായിരുന്നു. ഭയങ്കര കോമഡി അത്. ചില എൻട്രി എടുക്കാൻ പറ്റില്ല. റീസൺ എന്തുകൊണ്ടാ, ഇതാണ് ട്രേഡിംഗ് റേഞ്ച്, ഇത് എക്സ്റ്റേണൽ, അത് ക്ലിയർ ചെയ്യാനുള്ള ചാൻസ് കൂടുതലാണ്. പക്ഷെ എന്നിട്ട് പോലും ഇവിടെ ക്ലീൻ കട്ടായുള്ള എവിഡൻസിൽ പ്രൈസ് എന്ത് വന്നിട്ടുണ്ട്, ട്രേഡ് വന്നിട്ടുണ്ട്. ഞാൻ കാണിച്ചു തരാം. പ്രൈം മിനിറ്റിലേക്ക് ജസ്റ്റ് പോയി കഴിഞ്ഞാൽ ചില സമയത്ത് അത് കാണുമ്പോൾ ഭയങ്കര വിഷമാവുന്നുണ്ട്. ജസ്റ്റ് എവിടെയായിരുന്നു ആ പോയിന്റ്? യാ, ജസ്റ്റ് ലുക്ക് അറ്റ് ഹിയർ. ഇവിടെ നോക്കിയേ,
ഈ സമയത്ത് ഞാൻ മാർക്കറ്റിനകത്ത് ഉണ്ടായിരുന്നു. ടൈപ്പ് ചെയ്യാൻ നൈറ്റ് ടൈപ്പ് ചെയ്യാൻ ഇല്ലായിരുന്നു. ഫസ്റ്റ് ടാപ്പ് ചെയ്തു, ലിക്വിഡിറ്റി സ്വീപ്പ് ചെയ്തിട്ടുണ്ട്, പക്ഷെ എന്ത് ചെയ്തിട്ടില്ല, ബ്രേക്ക്ഫാസ്റ്റ് ഒന്നുമില്ല. സെക്കൻഡ്ലി പ്രൈസ് ലിക്വിഡേറ്റ് ചെയ്തു, അഗൈൻ വീണ്ടും ലിക്വിഡേറ്റ് ചെയ്തു, വീണ്ടും ലിക്വിഡേറ്റ് ചെയ്തു. ലിക്വിഡിറ്റി സ്വീപ്പ് ചെയ്തു, ബ്രേക്ക്ഫാസ്റ്റ് സ്ട്രക്ചർ എൻട്രി ഉണ്ടോ? ഉം. നല്ല എൻട്രി ആയിരുന്നു, പക്ഷെ അതിന് ശേഷം എന്തുണ്ടായിരുന്നു, ന്യൂസ് ഉണ്ടായിരുന്നു. ന്യൂസ് ആ പോയ പോക്ക് നോക്കിനി നല്ല ഫോളോ ചെയ്ത് അത്യാവശ്യം കുഴപ്പമില്ലാത്ത എൻട്രി ആയിരുന്നു. ആൻഡ് ഈ കാണുന്ന സെക്കൻഡ് റെഡ് ലൈൻ ഞാൻ അവിടെ എൻട്രി നോക്കാൻ വേണ്ടി പറഞ്ഞിട്ടുണ്ടായിരുന്നു. ബാഡ് ലക്ക് എനിക്ക് എൻട്രി മിസ്സായി. ലിക്വിഡിറ്റി സ്വീപ്പ് ചെയ്തു, ബ്രേക്ക്ഫാസ്റ്റ് സ്ട്രക്ചർ ഇന്റേണലി കൺസിഡർ ചെയ്യാം, അങ്ങനെയാണെങ്കിൽ ഡിമാൻഡ് സോൺ നെക്സ്റ്റ് എൻട്രി. ആൻഡ് വേറെ കോമഡി എന്താ വെച്ച് കഴിഞ്ഞാൽ സെയിം 1 hourൽ പോകുന്ന സമയത്ത് ഈ കാണുന്ന പെർട്ടിക്കുലർ പോയിന്റിൽ വീണ്ടും എൻട്രി ഉണ്ടായിരുന്നു, ഹിയർ ഇവിടെ. പക്ഷെ എന്തുകൊണ്ടാണ് പോസ്റ്റ് വെച്ചാൽ ഈ എക്സ്റ്റേണൽ ഇപ്പോഴും പ്രൈസ് എന്ത് ചെയ്തിട്ടില്ല, ക്ലിയർ ചെയ്യല്ലേ? ക്ലിയർ ചെയ്തിട്ടില്ല. അതിപ്പോ ആക്ച്വലി പ്രൈസ് ഇവിടെ വന്ന് മുകളിൽ വീണ്ടും പോയിക്കൊണ്ടിരിക്കുക. അപ്പൊ നേരത്തെ പറഞ്ഞതുപോലെ ഇത് ക്ലിയർ ഞാൻ എന്ത് ചെയ്തിട്ടുണ്ടായിരുന്നു, എക്സ്പെക്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. പക്ഷെ പ്രൈസ് ഇത് ക്ലിയർ ചെയ്തില്ല. 50 മിനിറ്റിൽ പോകുമ്പോൾ നല്ല കിടിലൻ സെറ്റപ്പ് അവിടെ കാണാൻ വേണ്ടി പറ്റും. ഹിയർ ഇത് കണ്ടോ, ലിക്വിഡിറ്റി സ്വീപ്പ് ചെയ്ത് ബ്രേക്ക്ഫാസ്റ്റ് സ്ട്രക്ചർ സ്ട്രോങ് സെൽ. ഐ തിങ്ക് ഇത് 15 മിനിറ്റ്സ് അല്ല 30 മിനിറ്റ്സിലാ തോന്നുന്നു. യാ 30 മിനിറ്റ്സ്. പ്രൈസ് എന്ത് ചെയ്തു, ലിക്വിഡിറ്റി സ്വീപ്പ് ചെയ്തു, ബ്രേക്ക്ഫാസ്റ്റ് സ്ട്രക്ചർ. ആൻഡ് ഈ കാണുന്ന ഏരിയ ഓർമ്മയുണ്ടോ, നമ്മൾ ഇവിടെ ബൈ ചെയ്യാൻ നോക്കിയ ഡിമാൻഡ്, ഐ മീൻ ക്യൂഎംഎൽ ലൈന്. ഈ ബൈ എക്സ്പെക്ട് ചെയ്തുകൊണ്ടാണ് ഞാൻ എന്ത് ഈ സെല് ചെയ്യാഞ്ഞത്. പക്ഷെ പ്രൈസ് എന്ത് ചെയ്തിട്ടുണ്ട്, ഈ ഏരിയക്ക് ഞാൻ മാർക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട്. പ്രൈസ് അവിടെ വന്നു, അഡ്മിറ്റ് ഏരിയക്കിൽ ടാപ്പ് ചെയ്തു, 50 മിനിറ്റിൽ തന്നെ നമുക്കിവിടെ എന്ത് തന്നിട്ടുണ്ട്, കൺഫർമേഷൻ തന്നിട്ടുണ്ട്. ജസ്റ്റ് പോയാൽ മതി. ഇത് കണ്ടോ, ലിക്വിഡിറ്റി സ്വീപ്പ് ചെയ്ത് ബ്രേക്ക് വന്നു, പ്യൂർ ടാപ്പ്. ഇതാണ് അന്ന് കണ്ടിന്യൂസ് ആയിട്ട് ബ്രേക്ക് ഹിറ്റ് ചെയ്ത ട്രേഡ് ഓർമ്മയുണ്ടോ? ഞാൻ ഷിഫാസ് എടുത്തു, ഷിഫാസിന് ഇവിടെ എക്സൽ അടിച്ചു. ഓർമ്മയുണ്ട്. വ്യാഴാഴ്ച അല്ലേ? വ്യാഴാഴ്ച. അപ്പൊ ഈ ട്രേഡ് ഫസ്റ്റ് ട്രേഡ് ഞാൻ എടുത്തു, ബ്രേക്ക് ഈവൻ ആയിരുന്നു. ആൻഡ് സെക്കൻഡ് ട്രേഡ് എടുത്തു, ഇതും ബ്രേക്ക്. പക്ഷെ അതിന് ശേഷം പിന്നെ മാർക്കറ്റ് പോയത് നോക്കി നല്ല സ്ട്രോങ് ആയിട്ടുള്ള സെല്ല. സോ എൻട്രീസ് കുറവാണ്, പക്ഷെ നമ്മൾ റിസ്ക് സെറ്റപ്പ് നോക്കുവാണെങ്കിൽ ഓപ്പർച്യൂണിറ്റീസ് ഉണ്ട്. ആ ഒരൊറ്റ പ്രശ്നമുണ്ട് മാർക്കറ്റിനകത്ത്. ആൻഡ് ഒരു സീരിയസ് ആയിട്ട് കാര്യം പറയുകയാണെങ്കിൽ പ്രൈസ് ഇവിടെ എന്താ പറയാ, ഈ ലോ എടുത്ത് വീണ്ടും ഈ ലോ എടുത്ത് കഴിഞ്ഞാൽ പിന്നെ ഇനി ഇവിടെ ആക്ച്വലി എനിക്കൊന്നും ഇവിടെ ഒന്നും എൻട്രി നോക്കാൻ പറ്റില്ല. ടെക്നിക്കലി ഞാൻ നോക്കാറില്ല, ഈ സെല്ലൊന്നും നോക്കാൻ പറ്റൂല. വെച്ചാൽ എന്നെ സംബന്ധിച്ചുള്ള ഈ സാധനം ക്ലിയർ ചെയ്ത് പോകണം ഇനി ഇങ്ങോട്ട് മുകളോട്ട്. ഇതെല്ലാം ലിക്വിഡിറ്റീസ് ആണ്. ഈ ലിക്വിഡിറ്റി ഒന്നും പ്രൈസ് ഇപ്പോഴും എടുത്തിട്ടില്ല. അപ്പൊ ഞാൻ ബൈ സൈഡ് മാത്രം നോക്കണ ഞാനാണ് ഇവിടെ പോയിട്ടൊക്കെ എന്ത് നോക്കിയത്, സെൽ സൈഡ് നോക്കിയത്. പക്ഷെ ഇതെല്ലാം ബ്രേക്ക് ചെയ്യാൻ ഈ സാധനം എടുക്കാനുള്ള ഒറ്റ കാരണം ഇവൻ ഇവിടെ വർക്ക് ചെയ്തുകൊണ്ട് മാത്രമാണ്. പക്ഷെ ഇത് കിട്ടിയതുമില്ല. എൻട്രീസ് വളരെ കുറവാണ്. അത് ഞാനും പറഞ്ഞിട്ടുണ്ട്. ഫ്രൈഡേ ഇപ്പോ സെറ്റപ്സ് പോസ്റ്റ് ചെയ്ത സമയത്താണ് ഞാൻ ചാർട്ട്സ് നോക്കിയില്ല പറഞ്ഞു വെച്ചാൽ ഒന്നും നോക്കിയിട്ട് ഒരു പെർഫെക്ഷൻ തോന്നുന്നില്ല ഒരു സെറ്റപ്പും. അതുകൊണ്ട് മാത്രമാണ് പോസ്റ്റ് ചെയ്യാൻ. അതാണ് ഒരു ചാർട്ട് നോക്കാൻ തോന്നുന്നില്ല, അങ്ങനെ സെറ്റപ്പ് ഇല്ല, ഇല്ലാത്തതുകൊണ്ട്. ഒരു മോഡനെ കിട്ടുന്നില്ല ചാർട്ടിന് മുന്നിൽ ഇരിക്കാനുള്ള. ഇനിയിപ്പോ ഞാൻ ആലോചിക്കണം എന്താ പറയാ, മണ്ട ഇപ്പൊ ഇതിനകത്ത് വന്നിട്ട് ഇപ്പൊ എന്താ ചെയ്യാന്ന് ഞാൻ ആലോചിക്കുന്നു. അതാണ്, ഇനി ഏരിയ ഇല്ലല്ലോ. ഇല്ല, ഒരു ഏരിയ ഇല്ല. ഇത് ഫുൾ കൺഫ്യൂസിങ് ഏരിയ മൊത്തം. നമ്മൾ നേരത്തെ ലോ ടൈം ഫ്രെയിമിൽ ട്രേഡ് ചെയ്ത ഏരിയന്റെ അവസ്ഥ ഒന്ന് ആലോചിച്ച് നോക്കിയേ. ഇതൊരു നല്ല സെറ്റപ്പ് ആണോ? ഒരിക്കലും അല്ല. ഫോറബിളൊന്നും ഒരിക്കലും നമ്മള് ഒരു പെർഫെക്റ്റ് സെറ്റപ്പ് എന്ന് പറയേണ്ടി പറ്റൂല. ഇതിന്റെയൊക്കെ ഒരു അവസ്ഥ ആലോചിച്ച് നോക്കിയേ. പക്ഷെ അവിടെ കേട്ടൊക്കെ ആ ട്രേഡ് പ്ലേസ് ചെയ്തത്. ഇപ്പൊ മൺഡേ ഇപ്പൊ എന്താ ചെയ്യുന്നത്? അപ്പൊ മൺഡേ എന്നെ സംബന്ധിച്ചുള്ള ഞാൻ ഈ ഒരു ചിലപ്പോൾ ട്രേഡ് നോക്കൂല. വേറെ പേഴ്സ് വാച്ച് ലിസ്റ്റിൽ ആഡ് ചെയ്യേണ്ടി വരും. ഇതിപ്പോ ഇങ്ങനെ താഴേക്ക് പോയ സ്ഥിതിക്ക് അപ്പൊ മൺഡേ ഒരു ഏഷ്യയില് നല്ലൊരു ക്യൂമ കിട്ടിയാല് നോക്കാൻ പറ്റുമോ? ഏഷ്യയിൽ ഒരു സെല്ല് കിട്ടിയാല് നോക്കാം. ഡെയിലി ഒക്കെ മാർക്കറ്റ് റിവേഴ്സ് ആയിട്ടുണ്ട് ഇൻ ടേംസ് ഓഫ് സ്ട്രക്ചർ. വീക്കിലിയും റിവേഴ്സ് ആയിട്ടുണ്ടാവും. പക്ഷെ വല്ലാത്തൊരു ഏരിയ റിവേഴ്സ് ആയത്. റിവേഴ്സ് ആയി വരുന്നത് അതാണ്. പിന്നെ ഈ ലാസ്റ്റ് ബൈയും കണ്ടോ?
എന്തായാലും മൺഡേ എന്തായാലും സെല്ലായിരിക്കും. ചില പ്രീവിയസ് സ്കാനിലെ ലോ ഒക്കെ പ്രൈസ് ആയിട്ട് ബ്രേക്ക് ചെയ്ത് വരും ഡെയിലി. അതുപോലെ പിന്നെ ഇയുവും ജിയുലാണ് എപ്പോഴും കാണാറുള്ളത്. ഇപ്പം ന്യൂയോർക്കിലൊക്കെ മാർക്കറ്റ് ഒരു ഫോറവറിൽ വലിയൊരു സ്വിങ് ഉണ്ടാവും, താഴേക്കാണെങ്കിലും മുകളിലേക്കാണെങ്കിലും. പിന്നെ അത് ആ സ്വിങ്ങിനകത്തേക്കാണ് 2-3 ദിവസം ഇങ്ങനെ മാർക്കറ്റ് റേഞ്ചിങ് പോലെ കളിക്കുക. പക്ഷെ നമുക്ക് M50 ചിലപ്പോൾ നല്ല റേഞ്ച് കിട്ടും. അപ്പൊ അങ്ങനെ നിൽക്കുന്ന സമയത്ത് എങ്ങനെയാ ചെയ്യേണ്ടത്? ഒരു ഹൈ ടൈം ഫ്രെയിമിന്റെ സ്വിങ്ങിനകത്ത് ലോ ടൈം ഫ്രെയിമുകളിൽ റേഞ്ചസ് കിട്ടുമ്പോൾ എങ്ങനെയാണ് അതിനെ അപ്രോച്ച് ചെയ്യേണ്ടത്? ഹയർ ടൈം ഫ്രെയിമിന്റെ ക്രൈറ്റീരിയ അല്ലെങ്കിൽ ഡയറക്ഷൻ പ്രൈസ് എന്താണോ ഡിമാൻഡ് ചെയ്യുന്നത് ആ ഡയറക്ഷനിലേക്ക് ഫോളോ ചെയ്യുന്നത് നല്ലത്. ആഹാ. ഇപ്പോൾ ഹയർ ടൈം ഫ്രെയിം ഡിമാൻഡ് ഫോളോ ചെയ്യുന്നത് സെൽ സൈഡ് ആണെങ്കിൽ ആ ഡയറക്ഷനിലേക്ക് ലോ ടൈം ഫ്രെയിമിൽ എന്ത് ചെയ്യുക, ആ. ട്രേഡ് ചെയ്യാം. അത് കുറച്ചുകൂടി നല്ല, അതിന് സക്സസ് റേഷ്യോ കുറച്ചുകൂടി കൂടുതലായിരിക്കും. പ്രൈസ് എന്താണോ ഡിമാൻഡ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് അത് ഫോളോ ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക. ആ. ചില സമയത്ത് ഹയർ ടൈം ഫ്രെയിംസിന് നമ്മൾ സ്റ്റക്ക് ആയി പോകും. ഇപ്പൊ ഈ കാണുന്ന ഏരിയസ് ഒക്കെ അതാ സംഭവിച്ചത്. ആ. അപ്പൊ അങ്ങനത്തെ സിറ്റുവേഷനിലൊക്കെ നമ്മൾ ഏറ്റവും കൂടുതൽ ലോ ടൈം ഫ്രെയിമിലാണെങ്കിൽ നമ്മൾ സ്ട്രഗിൾ ചെയ്യാൻ വേണ്ടി പോകുന്നത്. ആ. ചില ഹൈ ടൈം ഫ്രെയിം ഭയങ്കര മോശമായി നിൽക്കുകയാണ്, ലോ ടൈം ഫ്രെയിം ഇപ്പൊ പറയും വേണ്ടല്ലോ. വേറെ അതുപോലെ തന്നെ ഈ ഗോൾഡിലൊക്കെ ഏഷ്യ 50% എബോ ചിലപ്പോൾ റേഞ്ച് കിട്ടാറുണ്ട്, അധികം റിയാക്ട് ചെയ്യാറുണ്ട്. അപ്പൊ അങ്ങനെ നോക്കുന്ന സമയത്ത് എന്തെങ്കിലും നോക്കേണ്ടതുണ്ടോ? 50% എബോ ഏഷ്യ റേഞ്ച് ഫോം ആവുകയാണെങ്കിൽ? ക്വസ്റ്റ്യൻ മനസ്സിലായില്ല. അതായത് ഏഷ്യ നമ്മളിപ്പോ ഏഷ്യ ഒരു ക്യൂം ഉണ്ടാവും നോക്കുന്നുണ്ടല്ലോ നമ്മള്, ഏഷ്യയിൽ ഉം, തന്നെ ഉം, പ്രൊട്ടക്റ്റഡ് ഹൈയർ ലോ, ഉം. അതിൽ ഇതിപ്പോ 50% ഏഷ്യാന്നൊക്കെയാ. അതിൽ 50% വന്നാലും നമുക്ക് നോക്കാന്ന് പറയണ്ടല്ലോ. 50% ഏഷ്യയുടെ 50%-ല് ഒരു ക്യൂമ കിട്ടിക്കഴിഞ്ഞാലേ, യെസ്. എബോവ് 50 കിട്ടിക്കഴിഞ്ഞാല് ഈ ഗോൾഡ് പോലത്തിലൊക്കെ അത് റിയാക്ട് ചെയ്യാറുണ്ട് ആ റേഞ്ചില്. പിന്നെ ഇതിന്റെ ഏഷ്യ, മുകളിലോ? അതെ അതെ. ഓക്കെ. അപ്പൊ അങ്ങനെയുള്ള സമയത്ത് എന്തെങ്കിലും നോക്കാൻ പറ്റുമോ? ഗോൾഡിലൊക്കെ ചെയ്യുന്ന സമയത്ത് എന്തെങ്കിലും? ഞാന് അറ്റ്ലീസ്റ്റ് 50% വന്നാൽ മാത്രമേ ട്രേഡ് നോക്കാറുള്ളൂ. ആ ആ ആ. അതിന്റെ മുകളിൽ ഞാൻ അധികം നോക്കാറില്ല, എന്നെ അവോയ്ഡ് ചെയ്യാ ചെയ്യാറ്. ഈ ഗോൾഡിലാണ് അധികം അങ്ങനെ കാണാറുള്ളത്, 50% എബോവിലൊക്കെ വന്നിട്ട് പിന്നെ ഉം. താഴേക്ക് വരാറേ ഇല്ല, ആ വഴിക്ക് അങ്ങ് പോകും. അപ്പൊ എന്ത് ചെയ്താൽ മതി അറിയോ? ഇതേ കാണുന്ന ഏരിയനെ ഒന്ന് 1 അവറിലേക്കും 4 അവറിലേക്കും പോയാൽ മതി. ആ എനിക്ക് തോന്നുന്നു ഈ രണ്ട് ടൈം ഫ്രെയിമിലേക്ക് പോകുമ്പോൾ ഒന്നെങ്കിൽ 1 അവറിന്റെയോ 4 അവറിന്റെയോ ബ്രേക്ക് ബ്ലോക്ക് എവിടെയെങ്കിലും ഉണ്ടാവും. ആ ലാസ്റ്റ് വീക്കിന് അതുപോലെ സെറ്റപ്സ് ഉണ്ടായി തോന്നിട്ടുണ്ട്. ഇവിടെയല്ല. ഇതുപോലെ സെറ്റപ്പ് ഒക്കെ അല്ലേ നീ പറഞ്ഞു? അതെ അതെ അതെ. കാണുന്നില്ല. ഈ പറഞ്ഞ സിറ്റുവേഷൻ ഉണ്ടാവാറുണ്ട്. ഫോർ എക്സാമ്പിൾ ആ 1 ഉണ്ടാവുന്നുണ്ട്. അവറിന്റെയോ ബ്രേക്ക് ബ്ലോക്കിന്റെ ഒക്കെ ഏരിയയിൽ വന്നിട്ട് പ്രൈസ് റിയാക്ട് ചെയ്യാറുണ്ട്. അവിടെ നീ പറഞ്ഞ പോലെ ഏഷ്യയുടെ 50% ഉണ്ടാവും ചെയ്യും. 50% എബോ ആയിരിക്കും. എന്തായാലും സെറ്റപ്പ് കിട്ടുമ്പോൾ നീ അയക്കാം, നമുക്ക് ഡിസ്കസ് ചെയ്യാം, ഓ അനലൈസ് ചെയ്ത് നോക്കാം എങ്ങനെയാന്നുള്ളത്. ഓക്കെ. അതേപോലെ ഇയു ജിയു ഒരു വ്യൂ ഒന്ന് ഷെയർ ചെയ്യോ? നേരത്തെ കണ്ടില്ല, എനിക്ക് പ്രത്യേകിച്ച് ഓപ്പർച്യൂണിറ്റി ആ ഒന്നുമില്ല. പക്ഷെ ഞാൻ എക്സ്പെക്ട് ചെയ്യുന്നത് എന്താ വെച്ച് കഴിഞ്ഞാല് ന്റെ കേസില് മാർക്കറ്റ് മൺഡേ കുറച്ചും കൂടി മുകളിലോട്ട് വന്ന് താഴോട്ട് വരുന്ന ഞാൻ എക്സ്പെക്ട് ചെയ്യുന്നുണ്ട്. ഓക്കെ, ന്റെ കേസിൽ കുറച്ചുകൂടി മുകളിലോട്ട് വന്നിട്ട് പ്രീവിയസ് സ്കാനിലെ ഹൈ സ്വീപ്പ് ചെയ്തിട്ട് താഴോട്ടൊരു പൊട്ടൻഷ്യൽ സെല്ല് ഞാൻ എക്സ്പെക്ട് ചെയ്യുന്നുണ്ട്. അത് മൺഡേ എങ്ങനെയാന്നുള്ളത് മാർക്കറ്റ് നോക്കേണ്ടി വരും. ഓക്കെ, ദെൻ ഓക്കെ. ജിയുടെ കേസിലേക്ക് വരുന്ന സമയത്ത് ജിയോ എന്നെ സംബന്ധിച്ചുള്ള റേഞ്ചാണ്, ഞാൻ കഴിഞ്ഞ ദിവസം പറഞ്ഞിട്ടുണ്ടായിരുന്നു. ആ പിന്നെ ആകെ ഒരു നോക്കാൻ പറ്റുന്ന സംബന്ധിച്ചല്ല, ഇവിടെ ഈ സ്വിംഗിലോ എന്ത് ചെയ്തിട്ടുണ്ട്, സീക്രട്ടുണ്ട്. സ്വീപ്പ് ചെയ്തിട്ടുണ്ട്. സോ അതിന്റെ ബേസിൽ വേണമെങ്കിൽ ഓവർ ടൈം ഫ്രെയിമിൽ ബൈ കിട്ടി എന്ത് ചെയ്യാവുന്നതാണ്.
നോക്കാവുന്ന ഐ മീൻ 4 ഹവറിൽ ഇപ്പം നോക്കാം. 4 ഹവറിൽ പ്രത്യേകിച്ച് ഓപ്പർച്യൂണിറ്റി ഒന്നുമില്ല. 2 ഹവർ ഇല്ല, 1 ഹവർ ഇല്ല. റേഞ്ച് ആണ് 1 ഹവറിലൊക്കെ. 4 ഹവറിലും റേഞ്ച്. പിന്നെ മേ ബി ഒരു 1 ഹവറിന്റെ ബേസ് പ്യുവർ നോക്കുവാണെങ്കിൽ ഈ സെല്ല് നമുക്ക് എന്ത് ചെയ്യാം, എക്സ്പെക്ട് ചെയ്യാം. പക്ഷെ എന്റെ പ്രോബ്ലം എന്താ വെച്ച് കഴിഞ്ഞാൽ ഈ ട്രെൻഡ് ലൈൻ ആണ്. കറക്റ്റ് ട്രെൻഡ് ലൈൻ അല്ല തോന്നുന്നു അല്ലേ? നോക്ക് ഇവിടെ മേ ബി ഓക്കെ, ജസ്റ്റ് ഒരു വ്യൂ ആണ്. പ്രൈസ് ചിലപ്പോ താഴോട്ട് വരാം, ഓക്കെ, എന്നിട്ട് കുറച്ച് മുകളിലോട്ട് വരാം, ദെൻ ഇവിടെ റിയാക്ട് ചെയ്യാം, ഷോർട്ട് ആവാം, എന്നിട്ട് പ്രൈസ് മുകളിലോട്ട് പോവാണെങ്കിലോ നമുക്ക് എന്തായാലും വാച്ച് ചെയ്ത് നോക്കാം എന്താ സംഭവിക്കാന്നുള്ളത്. മൺഡേ എങ്ങനെയാ പ്രൈസ് ഇത് പ്ലേ ചെയ്യാൻ നോക്കാം. എന്തായാലും ഇവിടുത്തെ ലിക്വിഡിറ്റീസ് എല്ലാം പ്രൈസ് ഹണ്ട് ചെയ്തിട്ടുണ്ട്. സെൽ സൈഡ് ഇനി അടുത്ത ഒരു റേഞ്ചിന്റെ ബേസിൽ നോക്കുവാണ് ഇങ്ങ് ദൂരെ കിടക്കുന്നത്. പക്ഷെ ഇത് ഹോൾഡ് ചെയ്യുന്ന എനിക്ക് തോന്നുന്നില്ല. ഒരു ബ്രേക്കർ ഉണ്ടല്ലോ. ഇതല്ലേ ഇത് ഹോൾഡ് ചെയ്തില്ലെങ്കിൽ ഇതായിരിക്കും കുറച്ചും കൂടി ഒരു പൊട്ടൻഷ്യൽ ബൈ സോൺ എന്ന് പറയുന്നത്. ഇത് ഓൾറെഡി ഇവിടെ നല്ലൊരു ബൈ സോൺ ഉണ്ടായിരുന്നു, ഇവിടെ നല്ല എൻട്രി ഉണ്ടായിരുന്നു. ആരൊക്കെ എടുത്തിട്ടെന്ന് എനിക്കല്ല, ജസ്റ്റ് H1 പോയാൽ മതി. നല്ല കിടിലൻ സെറ്റപ്പ് ആയിരുന്നു അവിടെ ഉണ്ടായിരുന്നു. ഇതുണ്ടോ, കണ്ടിന്യൂഷനും ഉണ്ടായിരുന്നു ലിക്വിഡിറ്റി സ്വീപ്പ് ബ്രേക്ക്ഫാസ്റ്റ് സ്ട്രക്ചർ. അറൗണ്ട് എനിക്ക് തോന്നുന്നു 1:40 or 50 എന്തോ റൈഡ് ആയിട്ടുണ്ട്. ഐ മീൻ ഫ്ലിപ്സ്. അത്രയൊന്നും എന്തായാലും നമ്മൾ എന്ത് ചെയ്യൂല, ട്രേഡ് എടുക്കൂല. പക്ഷെ വലിയ ആറാറായിരുന്നു എക്സ്റ്റേണൽ ക്ലിയർ ചെയ്യുന്ന സമയത്ത്. ഞാനൊന്നും വെയിറ്റ് ചെയ്തില്ല കേട്ടോ. ഐ തിങ്ക് ഇതുണ്ടോ അറൗണ്ട് 1:40 ആറാറിന്റെ അടുത്തുണ്ട്. ഞാൻ 4 ആറാറാകുമ്പത്തിന് എന്ത് ചെയ്തിട്ടുണ്ട്, 4-5 ആറാകുമ്പത്തിന് എക്സ് ചെയ്തിട്ടുണ്ട്. പക്ഷെ വലിയ ആറാറായിരുന്നു. ഇത്രയും എന്തായാലും നമ്മൾ എന്തായാലും ഒന്ന് വെയിറ്റ് ചെയ്യില്ല. എനിക്ക് ഒരു കൺഫ്യൂഷൻ, നമുക്ക് നോക്കാം മൺഡേ എങ്ങനെ പ്ലേ ആവുന്നല്ലേ. ബ്രോ യാ നമ്മൾ ഇതിപ്പോ ഇവിടെ ഒരു 4 അവർ സ്ട്രോങ് ക്യൂമി റിയാക്ട് ചെയ്തിട്ടല്ലേ നിൽക്കുന്നേ. എവിടെ ബ്രോ? ഇത് 4 അവർ എടുക്കുവാണെങ്കിൽ ഇതാണോ? അത് നോക്കി അവിടെ വാട്ടർ ബ്ലോക്ക് ആണോ? അതെ, അവിടെ റിയാക്ട് ചെയ്തിട്ട് നിൽക്കല്ലേ. യെസ്. അപ്പൊ ഇനി നമുക്ക് അവിടെ നിന്ന് ഒരു ബൈ എൻട്രി നോക്കുന്നതല്ലേ നല്ലത്? ബൈ ആണ് പോസിബിൾ. അതാണ് ഇവിടെ ഓൾറെഡി ലിക്വിഡ്, ഞാൻ ഫസ്റ്റത്തെ പോസിബിലിറ്റി എന്താ പറഞ്ഞ, ഓൾറെഡി ലിക്വിഡിറ്റി എടുത്തിട്ടുണ്ട്. സോ നമുക്ക് ഇവിടുന്ന് എന്ത് നോക്കാന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു, ബൈ നോക്കാന്ന് പറഞ്ഞിട്ടുണ്ട്. അതാണ് ഞാൻ നേരത്തെ ഇവിടെ മാർക്ക് ചെയ്ത അയച്ച സംഭവം. പ്രൈസ് ചെറുതായിട്ട് താഴോട്ട് വരാം, ലിക്വിഡിറ്റി എടുക്കാം, ഐ മീൻ ഫ്യൂല് ടാപ്പ് ചെയ്യാം, എന്നിട്ടായിരിക്കും പ്രൈസ് എന്ത് ചെയ്യുന്നുണ്ടാവാം. ഇതായിരുന്നു ഞാൻ നേരത്തെ ഷെയർ എന്റെ തോട്ട് എന്ന് പറയുന്നത്. അപ്പൊ അങ്ങനെയാകുമ്പോ ഇവിടെ ഓൾറെഡി വലിയ ആളെ എക്സ്പെക്ട് ചെയ്യാൻ വേണ്ടി പറ്റില്ല. SMT ട്രേഡേഴ്സ് എല്ലാം ഇവിടെ എന്താവും, ട്രാപ്പ് ആവും, സ്മാർട്ട് മണി ട്രേഡേഴ്സ് എല്ലാം. സോ ഈ സെല്ലിലും കുറെ ആളുകൾ കയറും, അവർ ചിലപ്പോൾ ഈ സ്വിംഗിലോ വെക്കും, അല്ലെങ്കിൽ നേരത്തെ കണ്ട ഏതെങ്കിലും ഒരു പ്രൈസ് പോയിന്റ് ഒക്കെ ആയിരിക്കും വെക്കുന്നുണ്ടാവുക. പക്ഷെ പ്രൈസ് ചിലപ്പോൾ ട്രാപ്പ് ചെയ്തിട്ട് എങ്ങോട്ട് പോകും, മുകളിലോട്ട് പോകാനുള്ള ചാൻസ് എക്സ്പെക്ട് ചെയ്യുന്നുണ്ട്. എന്തായാലും വന്ന് കൺഫർമേഷൻ കിട്ടിയിട്ട് മാത്രമേ നമ്മൾ എന്ത് ചെയ്യുന്നുള്ളൂ, എൻട്രി നോക്കുന്നുള്ളൂ. ഓക്കെ, സെല്ലാണെങ്കിലും അങ്ങനെ തന്നെ. സെല്ല് ഇനി നോക്കുവാണ്, സപ്പോസ് നോക്കുവാണ് മൺഡേ മാർക്കറ്റ് ഓപ്പൺ ചെയ്തു, നമുക്ക് ഇവിടെ ഒരു ഏഷ്യ കിട്ടുവാണെന്ന് വെച്ചോ, അങ്ങനെ നമുക്ക് എക്സ്പെക്ട് ചെയ്യാം. എക്സ്ട്രാ കോൺഫ്ലുവൻസ് ആയിട്ട് ഏഷ്യ ഉണ്ട്. ഏഷ്യന്റെ ആയി പ്രൈസ് എന്ത് ചെയ്തു, ഒരു വിക്കോടും കൂടി ഒക്കെ ആണ് ക്ലോസ് ചെയ്തെങ്കിൽ പിന്നെ കിടിലനായി. ബോഡി ക്ലോഷറിന് പകരം വിക്ക് ക്ലോഷർ ഒക്കെയാണ് പ്രൈസ് ചെയ്യുന്നെങ്കിൽ നൈസ് ആയിരിക്കും.
ഏഷ്യൻ്റെ ഹൈ സ്വീപ്പ് ചെയ്തു. ആൻഡ് ബോഡി ക്ലോഷൻ ആയിരുന്നു, ബിഗ് ക്ലോഷൻ ആണ്. നമുക്ക് അതിനേക്കാളും കൂടുതൽ നല്ല പൊട്ടൻഷ്യൽ എൻട്രി എക്സ്പെക്ട് ചെയ്യാം. എന്തായാലും നമുക്ക് മൺഡേ നോക്കാം എങ്ങനെ പ്രൈസ് അവിടെ റിയാക്ട് ചെയ്യുന്നുള്ളത്. ഈ ആഴ്ചയില് നമ്മളെ ഫെഡിന്റെ ന്യൂസ് ഉണ്ടോ ഈ ആഴ്ചയില്? ഈ ആഴ്ചയിലേക്ക് അത്യാവശ്യം ന്യൂസ് ഉണ്ട് തോന്നുന്നു, കണ്ട പോലെ തോന്നി എനിക്ക്. ഇല്ല, നാളെ ന്യൂസ് കുറവാ, മൺഡേ ഇല്ല. ഈ ആഴ്ചയില് GDP അൺഎംപ്ലോയ്മെന്റ് റേറ്റ് വരുന്നുണ്ട്, CPI വരുന്നുണ്ട് ട്യൂസ്ഡേ. ശനിയാഴ്ച അത്യാവശ്യം നല്ല ന്യൂസ് ഉള്ളത് ആഴ്ചയാണ്. പിന്നെ EUന്റെ അൺഎംപ്ലോയ്മെന്റ് റേറ്റ് വരുന്നുണ്ട്. തേഴ്സ്ഡേ ഒന്നും പറയണ്ട, ഫെഡ് സ്പീച്ച് ഉണ്ടോ? ഈ ആഴ്ച അത്യാവശ്യം നല്ല ന്യൂസ് വരുന്നുണ്ട്. പോവലിന്റെ സ്പീച്ച് ഒക്കെ വരുന്നുണ്ട് ഈ വീക്കിൽ. ഈ ആഴ്ച നല്ല രസമായിരിക്കും, കണ്ടറിഞ്ഞ് കാണാം. എനിവേസ് നോക്കാം. അബിക്ക് വേറെ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ? ഇല്ല വേറെ ഡൗട്ടൊന്നുമില്ല. ഓക്കെ, ഞാൻ അടുത്ത ആളിലേക്ക് സ്വിച്ച് ചെയ്യട്ടെ. ഓക്കെ ഷുവർ. ശരി. അനന്തോ, ബ്രോ മോൻ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോടാ? ഇല്ല ബ്രോ. ലാസ്റ്റ് വീക്ക് മാർക്കറ്റ് എങ്ങനെ ഉണ്ടായിരുന്നു? ഫസ്റ്റ് വോയിസ് NSDന്റെ അങ്ങനത്തെ സിറ്റുവേഷൻസ് ഒന്ന് ശ്രദ്ധിക്കണം കേട്ടോ. മാത്രമേ ഇരിക്കാൻ പറ്റുള്ളൂ ബ്രോ. അപ്പോ നീ കാര്യം ചെയ്തു. ഞാൻ പൊതുവെ നിങ്ങൾ ന്യൂയോർക്ക് ഉണ്ടാവില്ല എന്ന് വെച്ചാൽ ന്യൂയോർക്ക് ആക്റ്റീവായിട്ട് എവിടെ ഇല്ലാത്ത, ഡിസ്കോഡിനകത്ത് ഇല്ലാത്ത. അപ്പൊ ന്യൂയോർക്കിന് സെറ്റപ്പ് നീ ന്യൂയോർക്കാണ് ആക്റ്റീവായിട്ട് ഇരിക്കാൻ പ്ലാൻ ചെയ്യുന്ന കുഴപ്പമില്ല, സെറ്റപ്പ് പോസ്റ്റ് ചെയ്തോണ്ട് ഞാൻ വാച്ച് ചെയ്തോണ്ട്. ഓക്കെ ബ്രോ. ഒരു 9 o'clock ഒക്കെ വരെയൊക്കെ ഞാൻ മാക്സിമം ഞാൻ ഓൺലൈനിൽ ഉണ്ടാവും. ഞാൻ ഇപ്പൊ പണ്ട് എല്ലാവരും എല്ലാ ടൈമിലും ഉണ്ടായിരുന്നു. ഒരു സമയം കുറച്ച് മുമ്പൊക്കെ ഒരു 6 ഞാൻ കമ്മ്യൂണിറ്റി ചാർജ് എടുക്കുന്നതിന് മുമ്പ് എനിക്ക് മുമ്പ് വേറെ മെന്റേഴ്സ് ആയിരുന്നു ചാർജ് ഉണ്ടായിരുന്നത്. എനിക്ക് വേറെ സെക്ഷൻ. ഞാൻ ഇന്ത്യൻ ടൈം 6:30 to 8 അത്ര. ഓക്കെ ഫൈൻ, ശരി. അപ്പൊ നീ സെറ്റപ്പ് പോസ്റ്റിന് കുഴപ്പമില്ല, നോക്കി ഞാൻ വാച്ച് ചെയ്യുന്നു. മറ്റേ സാധാരണ ആരും എന്റെ വേല ഇരിക്കാത്തതുകൊണ്ടാണ് എവിടെ വരാത്തത്, ഡിസ്കോഡിനകത്ത് വരാതിരിക്കുന്നത്. ഓക്കെ, അത് കുഴപ്പമില്ല. നെക്സ്റ്റ് വീക്ക് മുതൽ ഞാൻ എന്തായാലും ചാർജ് നിങ്ങൾ പോസ്റ്റ് ചെയ്യുന്നത് നോക്കിക്കോളാം. ഓക്കെ ഓക്കെ ഓക്കെ. വേറെ എന്തെങ്കിലും ഡൗട്ട്സ് എന്തെങ്കിലും ഉണ്ടായിരുന്നോ? ഇല്ല. ഓക്കെ, എന്തെങ്കിലും ഡൗട്ട്സ് ഞാൻ ചോദിക്കണം കേട്ടോ. ഓക്കെ ഓക്കെ, പിന്നെ അഗ്രസീവ് ആയിട്ട് ട്രേഡ് ഒന്നും ചെയ്യണ്ട. ഐ മീൻ വലിയ റിസ്ക് ഒന്നും ട്രേഡ്സ് പ്ലേസ് ചെയ്യരുത്. ഒരു ലെസ് ദാൻ ഒരു 0.75% താഴെ മാത്രം എന്ത് ചെയ്യുക, റിസ്ക് എടുത്തിട്ട് 1% ഒരിക്കലും നിങ്ങൾ റിസ്ക് പ്ലേസ്. ഇയുവിന്റെ 2 ട്രേഡും കിട്ടിയായിരുന്നു. ഇയുവിന്റെ ആ സെല്ലും കിട്ടി, താഴെ നിന്നുള്ള ബൈയും കിട്ടി. രണ്ടും കിട്ടായിരുന്നു അല്ലേ? കുഴപ്പമില്ല, നോക്കി ചെയ്താൽ മതി. ഓക്കെ ഓക്കെ ഓക്കെ, ശരി. ഫിറോസ്. ബ്രോ, ഹലോ ബ്രോ, ഡൗട്ട് എന്തായിരുന്നു? ഞാനൊരു പിക്ക് അയച്ചിരുന്നല്ലോ. അപ്പൊ എനിക്ക് വീക്ക്ലി ബയാസ്, അതുപോലെ ഈ ലിക്വിഡിറ്റി, പലയിടത്തും ലിക്വിഡിറ്റി ആണല്ലോ, അതുപോലെ ബ്രേക്ക് സ്ട്രക്ചറും. അപ്പൊ അത് ഏതൊക്കെ എടുക്കണം എന്നുള്ളൊരു പിടുത്തമില്ല. പിന്നെ ബയാസ് നോക്കുമ്പോ ഒരു ഐഡിയ കിട്ടിയില്ല. ഈ സംഭവമാണോ? അല്ല, ലാസ്റ്റ് കണ്ടില്ലേ? ഈ ക്യാനലോ? അതിന് മറ്റേ ലാസ്റ്റിൽ മൂന്നാമത്തെ ക്യാൻഡില് ഒന്ന് സ്വീപ്പ് ചെയ്തിട്ടുണ്ട്. അപ്പൊ ഇത് ഡൗൺ ട്രെൻഡ് ആണോ അതോ? ഇത് സ്റ്റിൽ അപ് ട്രെൻഡ് ആണ്. ഇവിടെ സ്വീപ്പ് ചെയ്യലല്ലോ. ഇതാണ് സ്ട്രക്ചറിലോ? ഇത് ഹയറിലോ? ഹയറായി, പുതിയ ഹയറായി ഇവിടെ. ഇത് ഇന്റേണൽ ആണ്. ഇന്റേണൽ എന്താണെന്നറിയോ? ലിക്വിഡിറ്റി എടുക്കാന്നുള്ളതല്ലേ? അല്ല, ഇൻ ടേംസ് ഓഫ് സ്ട്രക്ചർ ഇന്റേണൽ എന്താണെന്നറിയോ? മനസ്സിലായില്ല. ഇന്റേണൽ സ്ട്രക്ചർ എന്താണെന്നറിയോ? ഇതിപ്പോ ഇന്റേണൽ സ്ട്രക്ചറായി കാണുന്നതല്ല. സോ ഒരു ഇന്റേണൽ സ്ട്രക്ചർ എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഒരു പ്രൈസ് ചാർട്ട് എടുത്തു കഴിഞ്ഞാൽ ആ പ്രൈസിന് മെയിൻലി 2 മേജർ പ്രൈസ് പോയിന്റ് ആണുള്ളത്. ഒന്നാമത്തെ ആ പ്രൈസിന്റെ സ്ട്രക്ചർ ഹൈയും, രണ്ടാമത്തെ സ്ട്രക്ചർ ലോയും. ഓക്കെ, പക്ഷെ ഒരു ട്രെൻഡ്സിലേക്ക് വരുന്ന സമയത്ത്, ഫോർ എക്സാമ്പിൾ ഹൈ ലോ ഹയർ, പ്രൈസ് ഇവിടെ എന്തെങ്കിലും ബ്രേക്ക് സ്ട്രക്ചർ വന്നോ, പ്രൈസ് പുതിയൊരു ഹയറായി മാർക്കറ്റിനകത്ത് ക്രിയേറ്റ് ചെയ്തു, ഒരു ഹയർ അവിടെ ക്രിയേറ്റ് ചെയ്തു. ഈ ഒരു രീതിയിലാണ് മാർക്കറ്റ് നിൽക്കുന്നതെന്ന് വെച്ചോ. ഈ ഒരു മാർക്കറ്റിനെ സംബന്ധിച്ചോളം ഇതിന്റെ മേജർ പ്രൈസ് പോയിന്റ് എന്ന് പറയുന്നത് ഈ ഹയർ ലോയും ഈ ഹയർ ഹൈയും ആണ്. സോ എന്തുകൊണ്ടാണ് ചോദിച്ചു കഴിഞ്ഞാൽ, ഒരു ട്രെൻഡ് റിവേഴ്സൽ സംഭവിക്കുമെങ്കിൽ എന്ത് ചെയ്യണം? ഈ ഹയർ ലോ എന്ത് ചെയ്യണം? പ്രൈസ് ബ്രേക്ക് ചെയ്യണം. ദാറ്റ് മീൻസ് ഒരു ചേഞ്ച് ഓഫ് കാറ്റ് അവിടെ ക്രിയേറ്റ് ചെയ്യണം. In terms of weekly or daily or monthly, any time frame. Okay. It doesn't matter weekly or daily. ഏത് ടൈം ഫ്രെയിമിലും സ്ട്രക്ചർ എല്ലാ ടൈം ഫ്രെയിമിലും റൂൾസ് എല്ലാം ഒരുപോലെയാണ്.
ഓക്കെ. ഓക്കെ. സോ ഈ ലോ എന്ന് പറഞ്ഞ ഈ ട്രെൻഡിന്റെ മേജർ പ്രൈസ് പോയിന്റ് ആണ്. എന്തുകൊണ്ട് ചോദിച്ചു കഴിഞ്ഞാൽ ഈ ലോ അല്ലെങ്കിൽ ഇതിനെ പ്രൊട്ടക്ടർ ലോ എന്നാണ് വിളിക്കുന്നത് ഒരു ട്രെൻഡിന്റെ, അല്ലെങ്കിൽ സ്ട്രോങ് ലോ. സോ എന്തുകൊണ്ട് ഇതിനെ പ്രൊട്ടക്ടർ ലോ സ്ട്രോങ് ലോ എന്ന് വെച്ച് കഴിഞ്ഞാൽ, അല്ലെങ്കിൽ ഒരു ലോ എപ്പോഴും പ്രൊട്ടക്റ്റഡ് ആണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പ്രീവിയസ് ആയിട്ടുള്ള ഹൈനെ ബ്രേക്ക് ചെയ്ത് ഒരു ഹൈറൈ ഉണ്ടാക്കിയാൽ മാത്രമേ ലോ എന്താവുന്നുള്ളൂ, പ്രൊട്ടക്റ്റഡ് ആവുന്നുള്ളൂ. സോ അങ്ങനെ സംബന്ധിച്ചുള്ള ഒരു പ്രൊട്ടക്റ്റഡ് ലോ ആണ് ഈ കാണുന്ന ഏരിയ. ദെൻ എന്തുകൊണ്ട് ഈ കാണുന്ന ഏരിയ നമ്മൾ മേജർ പ്രൈസ് പോയിന്റ് ആയിട്ട് കൺസിഡർ ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ, ഈ പ്രീവിയസ് ആയിട്ട് നടന്നുകൊണ്ടിരിക്കുന്ന ഒരു ട്രെൻഡ് കണ്ടിന്യൂ ചെയ്യണമെങ്കിൽ, ദാറ്റ് മീൻസ് ഇത് കണ്ടിന്യൂ ചെയ്യണമെങ്കിൽ എന്ത് ചെയ്യണം, ഈ ഹൈനെ ബ്രേക്ക് ചെയ്യണം. ഓക്കെ, ഒരു ട്രെൻഡിന്റെ കണ്ടിന്യൂഷൻ സംഭവിക്കണമെങ്കിൽ ഈ ഹൈനെ ബ്രേക്ക് ചെയ്യണം. ട്രെൻഡ് റിവേഴ്സ് സംഭവിക്കണം എന്ത് ചെയ്യണം, ഇതിനെ ബ്രേക്ക് ചെയ്യണം. ഇത് രണ്ടും നടക്കാത്തൊരു സിറ്റുവേഷൻ ആണ് ഇന്റേണൽ സ്ട്രക്ചർ എന്ന് പറഞ്ഞാൽ. പ്രൈസ് സപ്പോസ് ഒരു ഹയർ ലോ ഉണ്ടാക്കി, പക്ഷെ ഈ ഹയർ എന്ത് ചെയ്തില്ല, ബ്രേക്ക് ചെയ്തില്ല, ബിയോസോടെ ഫെയിൽഡ് ആയി. പിന്നെ ഈ സ്ട്രക്ചേഴ്സ് എല്ലാം ഉണ്ടാക്കുന്നത് ഈ മേജർ ഹൈന്റെയും മേജർ ലോന്റെയും അകത്താണ്. സോ ഇത്തരം സ്ട്രക്ചേഴ്സിനെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്, ഈ ഇന്റേണൽ സ്ട്രക്ചേഴ്സ് എല്ലാം ഓൾമോസ്റ്റ് എന്തായിട്ട് നമ്മൾ കൺസിഡർ ചെയ്യുന്നത്, ലിക്വിഡിറ്റി. എന്തുകൊണ്ടാച്ചു കഴിഞ്ഞാൽ ഇത്രയും സംഭവിച്ചതിന്റെ മാർക്കറ്റ് എന്തായി, കൺസോളിഡേറ്റ് ആയി. കൺസോളിഡേഷൻ മാർക്കറ്റ് നമ്മൾ എപ്പോഴും കൺസിഡർ ചെയ്യുന്നത് എന്തായിട്ട് കൺസിഡർ ചെയ്യുക, ലിക്വിഡിറ്റി ആയിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, കൺസിഡർ ചെയ്യുന്നത്. ഓക്കെ. ആൻഡ് വീഡിയോസ് കോഴ്സിനകത്തേക്ക് വരുന്ന സമയത്ത് അതിനകത്ത് നിങ്ങൾ ഡയറക്ഷൻ നോക്കാൻ വേണ്ടി പറഞ്ഞു വീക്കിന്റെ ബേസിലാണ് അല്ലേ. അത് എന്തിനാ ചോദിച്ചാൽ നിങ്ങൾക്ക് ഒന്നും അറിയാത്ത ഒരാളെ നിങ്ങളെ ട്രെയിൻ ചെയ്യാൻ വേണ്ടിയാണ് വീക്കിന്റെ ബേസിൽ എന്ത് ചെയ്യുന്നത്, ഡയറക്ഷൻ വെച്ചാൽ വീക്കിന്റെ ഹൈ ഇങ്ങനെ കൺസിഡർ ചെയ്യും, ബ്രേക്ക് സ്ട്രക്ചർ എടുക്കും. ഇതിനകത്താണ് നമ്മൾ എന്ത് നോക്കുന്നത്, ട്രേഡിംഗ് റേഞ്ചസ് അല്ലേ. നിങ്ങൾക്ക് എങ്ങനെയും നോക്കാം, അല്ലെങ്കിൽ റാൻഡ് ആയിട്ടൊരു ചാർട്ട് എടുത്തതിന് ശേഷം നിങ്ങൾക്ക് എനി ടൈം ഫ്രെയിം, ഇപ്പൊ ഞാൻ 1 hour എടുത്തിരിക്കുന്നത്, അപ്പൊ 1 hour ബേസിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, പ്രീവിയസ്ലി പ്രൈസ് യൂറോ USD വീക്കിലി ഒന്ന് പറയാമോ? ഞാൻ അവിടെ അതിന്റെ ഇത് എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു. ഇത് പിയുവിന്റെ ചാർട്ട് ആണ്. വീക്ക്ലി മാർക്കറ്റ് ബുള്ളിഷ് ആണ്. ഒറ്റ ഇത് വെച്ചാൽ ഓവറോൾ മാർക്കറ്റ് ഇപ്പൊ എങ്ങോട്ടാ സെന്റിമെന്റ് ചെയ്യുന്നത്, സെയിലേക്ക്, ബുള്ളിഷിലേക്ക്. അപ്പോ കോഴ്സ് രീതിയിൽ പറയുവാണെങ്കിൽ ഇവിടെ എന്തായിട്ട് മാർക്ക് ചെയ്യും, ബ്രേക്ക് സ്ട്രക്ചർ ആയിട്ട് മാർക്ക് ചെയ്യും. ഇത് അതിന്റെ മേജർ ലോ, ഇത് മേജർ ഹൈ. ഇത് നേരെ എന്ത് ചെയ്യും, ഡെയിലിയിലേക്ക് സ്വിച്ച് ചെയ്യും. ഡെയിലിന്റെ ബേസിൽ റേഞ്ച് നോക്കാൻ വേണ്ടി പറയും. സോ അങ്ങനെയാണെങ്കിൽ ഇവിടെ പ്രൈസ് ലിക്വിഡിറ്റി സ്വീപ്പ് ചെയ്തു, സെയിം ഏരിയ ബ്രേക്ക് സ്ട്രക്ചർ. സോ സ്ട്രോങ് ക്യൂം കിട്ടി, ഇനി എന്ത് വേണം, വീക്ക് ക്യൂം. സോ അതിന് വേണ്ടി ലിക്വിഡിറ്റി സ്വീപ്പ് ചെയ്തു, then we have break structure. So ബ്രേക്ക് സ്ട്രക്ചർ ഒക്കെ വരുന്നില്ല, അപ്പൊ അത് ഇതൊക്കെയാണോ, ഇതൊക്കെ ഇന്റേണൽ ആണ്. അതാണ് നമ്മളിപ്പോ ഡിസ്കസ് ചെയ്ത സംഭവം എന്ന് പറയുന്നത്. നോക്ക്, ഇതൊരു ഹയർ ഹൈ ആയിരുന്നു അല്ലെ, ഇതൊരു ഹയർ ലോ ആയിരുന്നു. അടുത്ത ഹയർ ഹൈ ഉണ്ടാക്കുന്ന എവിടെയാ, ഇവിടെ. ആൻഡ് ഈ കാണുന്ന ഇതിന്റെ ഒരു പ്രൊട്ടക്ടർ ലോ എന്ന് പറഞ്ഞതാണ്. ഒരു ചേഞ്ച് ഓഫ് കാർഡ് നടക്കുന്നത് എന്ത് ചെയ്യണം, ഇതിനെ ബ്രേക്ക് ചെയ്യണം. അപ്പൊ ഈ ഉണ്ടാക്കിയിരിക്കുന്ന എല്ലാ സ്ട്രക്ചേഴ്സ് ഇതിനകത്താണ്, ഈ ഹൈന്റെയും ഈ ലോന്റെ അകത്താണ്. അതുകൊണ്ട് തന്നെ നമ്മൾ എന്തായാലും കൺസിഡർ ചെയ്യുന്നത് ഇന്റേണൽ ആയിട്ട് കൺസിഡർ ചെയ്യുന്നത്. അപ്പൊ ഇതൊന്നും നമ്മൾ ഇമ്പോർട്ടൻസ് കൊടുക്കുന്നില്ല. മേജർ സ്ട്രക്ചർ പോയിന്റ് എന്ത് ചെയ്യുക, ഇമ്പോർട്ടൻസ് കൊടുക്കുക. അതുപോലെ ഏറ്റവും കൂടുതൽ ആളുകൾ റേഞ്ച് മാർക്ക് ചെയ്യുന്ന സമയത്ത് വരുന്നൊരു മിസ്റ്റേക്ക് ആണ്, സ്ട്രോങ് ക്യൂം കറക്റ്റ് ആയിട്ട് മാർക്ക് ചെയ്യും, അതിന്റെ പ്രൈസ് മുകളിലോട്ട് പോകും. വീക്ക് ക്യൂം ഇങ്ങനെ കൺസിഡർ ചെയ്യും. പക്ഷെ ഇവിടെ അല്ല. നോക്ക്, ഈ ഒരു പ്രൈസിന്റെ ഡയറക്ഷൻ ഏറ്റവും ഹയസ്റ്റ് ആയി ഏതാണ്, ഇതല്ലേ. ഈ ഹൈ ലാസ്റ്റ് ആയിട്ട് സ്വീപ്പ് ചെയ്ത് എവിടെയാണ്, അല്ലെ ബ്രേക്ക് ചെയ്ത് എവിടെയാണ്, ഇവിടെ അല്ലേ. അപ്പൊ ഇവിടെയാണ് ലാസ്റ്റത്തെ സ്വീപ്പ് നടന്നിരിക്കുന്നത്. ആക്ച്വലി ഇവിടുത്തെ അവസാനത്തെ ഹയറിലോ എവിടെയാണ്, ഇതാണല്ലോ. ഇതാണ് എന്തായിട്ട് വരുന്നത്, ബ്രേക്ക് സ്ട്രക്ചർ. ഈ കാണുന്ന ലൈന് ശേഷം സംഭവിച്ചതാണ്. അപ്പൊ ഇതിനല്ല നമ്മൾ ഇമ്പോർട്ടൻസ് കൊടുക്കുക, ഇതിനാണ് ഇമ്പോർട്ടൻസ് കൊടുക്കുക. ഓക്കെ, ഇത് ക്ലിയർ ആവണമെങ്കിൽ ഇതിന്റെ കുറച്ചുകൂടി ഡീറ്റെയിൽഡ് ആയുള്ള ഡിസ്കഷൻ ഇതിന്റെ മുമ്പത്തെ ഒരു ക്യൂണിക്ക് സിയാദിന് ഇതേ പ്രശ്നം ഉണ്ടായിരുന്നു. അപ്പോ ഇതിന്റെ മുമ്പത്തെ ഒരു ക്യൂവിനകത്ത് ഐ തിങ്ക് ഈ ക്യൂവിനകത്താണ് തോന്നുന്നത് ഡിസ്കസ് ചെയ്യുന്നത്. ഇതിനകത്താണോ, ഇതിനകത്ത് തന്നെ തോന്നുന്നു. ഈ ലാസ്റ്റ് ക്യൂവിനെ ഒന്ന് കണ്ടോക്കണ്ടോ കേട്ടോ. ഇതിനകത്ത് ഡിസ്കസ് ചെയ്യുന്നുണ്ട്. പിന്നെ സ്ട്രക്ചർ നിനക്ക് മാപ്പിംഗ് കുറച്ചുകൂടി മനസ്സിലാക്കണമെങ്കിൽ കറക്റ്റ് ഓർമ്മയില്ല, ഇതാണ് ലിയോ ചിംബ്രോയ്ക്ക് അടുത്തൊരു സെഷൻ ഉണ്ടായിരുന്നു.
എന്തായാലും നിങ്ങൾ വീഡിയോ കോഴ്സ് കംപ്ലീറ്റ് ആയതിനു ശേഷം മസ്റ്റായിട്ട് ഈ Q&As ഒക്കെ എന്ത് ചെയ്യണം, ഒന്ന് കാണണം അല്ലേ? റീവാച്ച് ചെയ്തോണ്ട് വെച്ചാൽ നിങ്ങൾ ആ കണ്ട വീഡിയോ കണ്ടന്റ്സിനേക്കാളും അത്രത്തോളം ഇമ്പോർട്ടന്റ് ആണ് എന്തെന്ന് പറയുന്നത് ഉം. Q&As എന്ന് പറയുന്നത്. ഉം, ഉം, ഉം. ഓക്കെ, വേറെന്താ ഞാൻ ഡൗട്ട് ഉള്ളത് ബ്രോ? ഞാനിപ്പോ ഒരു പിക്ചർ ഇപ്പൊ പോസ്റ്റ് ചെയ്തിട്ടുണ്ട്. അതൊന്ന് റെഡി ആണോ എന്ന് പറയുമോ? യാ ഷുവർ. യെസ്, ഇത് കറക്റ്റ് ആണ്. ഞാൻ ആ ഇടയിൽ മറ്റേ ബ്രേക്ക് സ്ട്രക്ചർ പറഞ്ഞല്ലോ, അപ്പൊ അതിൽ ആ ഏതെടുത്ത് അതാണ് എന്റെ ഇവിടെ ഇത് കൺസിഡർ ചെയ്താന്ന് വെച്ചാൽ ഇത് ഇവിടുത്തെ ഹയർ ആണ് അല്ലേ? അതെ. ഇത് ഹയറിലോ ഉം, അടുത്ത ഹയർ ഇവിടെ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. Can you see ഉം, that? ഉം, അപ്പൊ ഹയറിൽ എവിടെയാണ്? This one. ഉം, പുതിയ ഹയർ ഇവിടെയാണ്. ഉം. സ്വീപ്പ് നടന്നത് ഇവിടെയാണ്, ബ്രേക്ക് സെക്ഷൻ നടക്കുന്നത് ഇവിടെയാണ്. ആ, ഇത് ഇന്റേണൽ ആണ്. ഇത് അതിനുശേഷം ഉം, പിന്നെ താഴോട്ട് വന്നാണ്. എന്ന് വെച്ചാൽ ഇപ്പൊ ഇവിടെ ആ, സംഭവിച്ചത് ഇത്രയേ ഉള്ളൂ. ഇവിടെ ചെറിയ ഇന്റേണൽ ഉണ്ടായിരുന്നു. ഇതൊക്കെ അതിന് ശേഷം വന്ന ബ്രേക്ക് സെക്ഷൻ. അപ്പോൾ ഉം, ഈ സ്വീപ്പും ഇവിടെയാണ് ബ്രേക്ക് സെക്ഷൻ വരുന്നത്. ഉം, ഉം. ഓക്കെ, അപ്പൊ QML വരയ്ക്കുമ്പോ ഏറ്റവും മുകളിലത്തെ ഇതിൽ വരച്ചാൽ മതി എന്ന്. ഇതാണ് QML ലൈൻ. ഓക്കെ, അല്ല മുകളിൽ സോറി, ഇവിടെയാ. മുകളിൽ. ആ, ഇത് നമുക്ക് കൺസിഡർ ചെയ്യാം. ഇത് കൗണ്ടർ ട്രെൻഡ് അല്ലേ? ആ, ഓക്കെ. അപ്പൊ ഇത് റിസ്ക് ആണ്. വേറെ ശ്രദ്ധിക്കേണ്ട കാര്യം എന്താ അറിയോ? ഇപ്പൊ ഈ ഒരു സാധനം മാർക്ക് ചെയ്തു. ഇത് 30 മിനിറ്റ്സിന്റെ ബേസിലാണ് മാർക്ക് ചെയ്തത് അല്ലേ? അതെ. പക്ഷെ 30 മിനിറ്റ്സിൽ മാർക്കറ്റ് ഓൾറെഡി ബിയറിഷ് ആണ്. ആ, അപ്പൊ അതിന് അഗെയിൻസ്റ്റ് ആയിട്ടാണ് ഇവിടെ എന്ത് മാർക്ക് ചെയ്തിരിക്കുന്നത്? കൗണ്ടർ ട്രെൻഡ് ആണ് അല്ലേ? ചില 30 മിനിറ്റ്സിന്റെ ബേസിൽ ഇതിനെയാണ് ഇമ്പോർട്ടൻസ് കൊടുക്കേണ്ടത്. എന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങളൊരു ചാർട്ട് എടുത്തു കഴിഞ്ഞാൽ ഇപ്പോൾ ഒരു ടൈം ഫ്രെയിം നമ്മൾ പിക്ക്, ഫോർ എക്സാമ്പിൾ യൂറോ USD, ഞാൻ ഇതൊന്ന് വേറെ ലിക്വിഡിറ്റി പ്രൊവൈഡർ എടുക്കുന്നുണ്ട്. ഫോർ എക്സാമ്പിൾ ഒനാഡ. ഓക്കെ, ഇപ്പൊ ബ്രോ എടുത്തിരിക്കുന്ന ചാർട്ട് എന്ന് പറഞ്ഞാൽ 30 മിനിറ്റ്സിന്റെ യൂറോ USD ചാർട്ട്സ് ആണ് അല്ലേ? ഓക്കെ, സോ ആദ്യം ശ്രദ്ധിക്കേണ്ട കാര്യം എന്താ വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ ഹൈ ടൈം ഫ്രെയിം ആയിട്ട് പിക്ക് ചെയ്യുന്ന ചാർട്ടിന്റെ കറന്റ് ട്രെൻഡ് ഇൻ ടേംസ് ഓഫ് മാർക്കറ്റ് സ്ട്രക്ചർ എങ്ങനെയാണ് നോക്കുന്നത്. സോ സ്ട്രക്ചർ വൈസ് ഇപ്പൊ എന്താണ്? ബെയറിഷ് ആണ് 30 മിനിറ്റിൽ. 30 മിനിറ്റ്സിൽ. ഓക്കെ, 30 മിനിറ്റ്സിൽ ബെയറിഷ് ആണ്. അപ്പൊ അങ്ങനെ വരുന്ന സമയത്ത് ഇതിന് ഇമ്പോർട്ടൻസ് കൊടുക്കുന്നതിനേക്കാളും കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത് എവിടെയാണ്? ഈ കാണുന്ന പോർഷനിലാണ്. അപ്പൊ ഈ ഒരു കാര്യം എന്ത് ചെയ്യണം, എപ്പോഴും ശ്രദ്ധിക്കണം. ഫോർ എക്സാമ്പിൾ ഇപ്പൊ ഞാൻ ഇവിടെ ഇന്റേണലിന്റെ ബേസിലൊരു ലിക്വിഡിറ്റി സ്വീപ്പ്, ഇത് ഇന്റേണലാണ്. എന്തുകൊണ്ടാണ് ഇന്റേണൽ എന്നെ വിളിക്കാൻ കാരണം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഹൈ ലോ, ഈ ലോൺ എന്ത് ചെയ്തിട്ടില്ല, എടുത്തിട്ടില്ല. ഇതെല്ലാം ഈ മേജർ ഹൈന്റെയും മേജർ ലോണിന്റെയും. അപ്പോൾ ഈ ഉണ്ടാക്കിയിരിക്കുന്ന സ്വീപ്പ് എന്തിന്റെ ബേസിലാണ്? ഇന്റേണലി ആണ്. ഓക്കെ, ഇന്റേണലി ഇവിടെ സ്വീപ്പ് വന്നു. Then we have breakout structure. എനിക്ക് അവിടെ എന്ത് കിട്ടി? ഒരു സ്ട്രോങ് ക്യൂം കിട്ടി. ഇനി എന്ത് വേണം? വീക്ക് ക്യൂം. സോ വീക്ക് ക്യൂമിന് വേണ്ടി ഇവിടെ അതാണ് ഈ ചോദിച്ചത്. ഇപ്പൊ ഒരു ബ്രേക്ക് സ്ട്രക്ചർ വെച്ചില്ലേ, അതിന്റെ താഴത്തെ ഒരു ബ്രേക്ക് സ്ട്രക്ചർ വരുന്നുണ്ടല്ലോ, ഈ കാണുന്ന പോയിന്റ് അല്ലേ? അതെ. അത് കൺസിഡർ ചെയ്തുകൂടെ? കൺസിഡർ ചെയ്യാം. പക്ഷെ എന്തുകൊണ്ട് ഞാൻ ഇതെടുത്ത് വെച്ചാൽ ഈ ഹൈന്റെ സ്വീപ്പിന് കോസ് ആയിട്ടുള്ള ഹയർ ലോ ഏതാണ്? ഇതാണ്. ആൻഡ് പൊട്ടൻഷ്യലി ഈ ഭാഗം നമുക്ക് എടുക്കാന്ന് പറഞ്ഞാൽ തന്നെ ലെസ് പ്രോബിൾ ആണ്. ഇന്റേണൽ ആയതുകൊണ്ടാണ്. ഓക്കെ, ഇനി സപ്പോസ് ഇവിടുത്തെ മാർക്കറ്റ് കണ്ടീഷൻ വേറെ രീതിയിലാണെന്ന് വിചാരിച്ചു. ഫോർ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഈ ക്യാനിലെ ലോ പ്രൈസ് എടുത്തെന്ന് വെച്ചോ. ഓക്കെ, അങ്ങനെയാണെങ്കിൽ എന്തായി? ഈ ലോ എടുത്തിട്ടുണ്ട്, പ്രൈസ് എന്ത് ചെയ്യാം? ലിക്വിഡിറ്റി സ്വീപ്പ് ഇവിടെ, ബ്രേക്ക് സെക്ഷൻ ഇവിടെ, പെർഫെക്റ്റ് ആയി. അപ്പൊ മുമ്പത്തെ കേസിൽ വരുമ്പോൾ ഇതൊക്കെ ഇന്റേണൽ, ഇത് ഓൾറെഡി സ്വീപ്പ് ഇന്റേണൽ ആണ്. ബ്രേക്ക് സെക്ഷൻ നമ്മളപ്പോൾ മാർക്ക് ചെയ്യുന്നത് എന്തിന്റെ ബേസിലാണ്? ഇന്റേണൽ ബേസിലാണ്. ആൻഡ് ഇവിടെ എന്ത് ചെയ്യാം? നമുക്ക് ആ മേജർ സ്ട്രക്ചറിന്റെ ലോ എന്തായിട്ടുണ്ട്? ബ്രേക്ക് ആയിട്ട് നമുക്ക് മാർക്ക് ചെയ്യാം. ഇത് നമ്മൾ നെക്സ്റ്റ് എന്താ പ്ലാൻ ചെയ്യുന്നത്? POS മാർക്ക് ചെയ്യും. സോ ബ്രേക്ക് ബ്ലോക്ക് ഉണ്ടായിരുന്നു, ഓൾറെഡി പ്രൈസ് റിയാക്ട് ചെയ്തപ്പോ എവിടെയാ? ബ്രേക്ക് ബ്ലോക്ക്. പിന്നെ നമുക്ക് അടുത്ത് നോക്കാൻ വരുന്ന ഏരിയ QML ലൈൻ ഉണ്ട്. ഇവിടെ QML ലൈനും സപ്ലൈ സോണും അലൈൻഡ് ആയിട്ടാണ് വരുന്നത്, ഒരുമിച്ചാണ് വരുന്നത്. ഓക്കെ, ഇപ്പൊ ഇതുകൊണ്ട് അപ്പൊ അവിടെയും പ്രൈസ് എന്ത് ചെയ്തിട്ടുണ്ട്? റിയാക്ട് ചെയ്തിട്ടുണ്ട്. ഇനി പ്രൈസ് സപ്പോസ് താഴോട്ട് വരാതെ എക്സ്റ്റേണൽ ക്ലിയർ ചെയ്യാതെ മുകളിലോട്ട് വരുവാണെങ്കിൽ ഇതൊക്കെ ബ്രേക്ക് ചെയ്ത് പോകും. ബ്രേക്ക് ചെയ്ത് പോകാനുള്ള ചാൻസ് കൂടുതലായിരിക്കും. അപ്പം ഈ കാണുന്ന ബ്രേക്കറും റിയാക്ട് ചെയ്തിട്ടുണ്ട്, സപ്ലൈയും. ഇനി പ്രൈസ് നെക്സ്റ്റ് എങ്ങനെ ഈ കാണുന്ന ഏരിയ മൺഡേ പ്ലേ ചെയ്യുന്ന നോക്കണം. അതിനനുസരിച്ച് നമുക്ക് മാർക്കറ്റ് ചെയ്യാം. ഇനിയിപ്പോ നമുക്കിവിടെ എൻട്രീസ് ഒന്നുമില്ല, എല്ലാം ഫിൽഡായി, ഓൾറെഡി പ്രൈസ് ആയിട്ട് ഫോൾ ആയി തുടങ്ങി. ഇനി അടുത്ത എൻട്രി പോയിന്റ് വരുമ്പോൾ നമുക്ക് നോക്കാം. അപ്പോൾ 1 അവറിൽ എന്തെങ്കിലും ഏരിയ നോക്കാം. 1 അവർ ഒന്നുമില്ല, ഞാൻ നേരത്തെ നമ്മൾ ഓൾറെഡി നമുക്ക് ഓൾറെഡി ഒരു പ്ലാൻ ഉണ്ടായിരുന്നു.
ആ പ്ലാനിന് വേണ്ടിയാണ് എന്ത് ചെയ്യുന്നത്, വെയിറ്റ് ചെയ്യുന്നത്. മേ ബി പ്രൈസ് എന്ത് ചെയ്യാനുള്ള ചാൻസ് ഉണ്ട്, കുറച്ചുകൂടി മുകളിലോട്ട് വന്നിട്ട് ഉം. ഈ കാണുന്ന പോയിന്റ് റിയാക്ട് ചെയ്തിട്ട് എന്ത് ചെയ്യാം, ഫോൾ ആവാം. ഇവിടെ ഒരു ലിക്വിഡിറ്റി സ്വീപ്പ് പ്രൈസ് അല്ല, ഇത് ഈക്വൽ ഹൈ ആണ്. സോ അപ്പോൾ അവിടെ ചാൻസ് ഇല്ല, ലിക്വിഡിറ്റി പോയിന്റ് അല്ലേ. ആ അപ്പോൾ ലിക്വിഡിറ്റി പോയിന്റ് ഒന്നും പറയാനില്ല, ജസ്റ്റ് എന്ത് ചെയ്തിട്ടുണ്ട്. ചെറിയതായിട്ട് നടക്കുന്നു. പക്ഷെ എല്ലാ ബ്രോക്കറിലും ഒരുപോലെ ആയിരിക്കില്ല, അതൊക്കെയാണ് ഇതിന്റെ മെയിൻ പ്രശ്നം എന്ന് പറയുന്നത്. മൈന്യൂട്ട് ആയുള്ളതൊക്കെ നമുക്ക് വാച്ച് ചെയ്യാം എന്താ സംഭവിക്കുക എന്നുള്ള. എന്തായാലും നമ്മൾ ഡയറക്റ്റ് ആയിട്ട് എൻട്രി എടുക്കാൻ പോകുന്നില്ല, കൺഫർമേഷൻ വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നുള്ളൂ, എൻട്രി എടുക്കും. ഡെയിലി നോക്കുകയാണെങ്കിൽ ഡൗൺ ട്രെൻഡ് ആണല്ലോ വരുന്നത്. നമ്മൾ വീക്കിലി നോക്കുകയാണെങ്കിൽ അപ് ട്രെൻഡ് യാ, അല്ലേ? അപ്പൊ ഈ ഇതിപ്പോ ഡെയിലിയും ബുള്ളിഷ് ആണ്, വീക്കിലിയും ബുള്ളിഷ് ആണ്. ഡെയിലി സ്ട്രക്ചറിന്റെ ബേസിൽ മാത്രമേ എന്തുള്ളൂ, ഡൗൺ ഉള്ളൂ. പക്ഷെ ഓവറോൾ ഡെയിലി എന്താണ്, bullish ആണ്. ബുള്ളിഷ് ആണ്. ഇതെല്ലാം കൗണ്ടർ ആണ് ഇപ്പൊ നടന്നുകൊണ്ടിരിക്കുന്നത്. Okay. അപ്പൊ നമ്മൾ ഈ 30 മിനിറ്റില് മറ്റേ ബൈ നോക്കണോ സെല്ല് നോക്കണോ എന്നുള്ളതാണ്. ഇപ്പൊ നമുക്കൊരു ഇപ്പൊ ഓൾറെഡി മാർക്കറ്റ് 30 മിനിറ്റ്സിൽ സെല്ലിലാണ് ഇപ്പൊ നടന്നുകൊണ്ടിരിക്കുന്നത്. ഇനിയിപ്പോ അടുത്ത പോസിബിലിറ്റി ആണ് പ്രൈസ് ഇത് ബ്രേക്ക് ചെയ്യണം, എന്നാലേ നമുക്ക് ബാക്കി ഡിസിഷൻസ് എടുക്കാൻ വേണ്ടി പറ്റുള്ളൂ. അല്ലെങ്കിൽ ഇത് ബ്രേക്ക് ചെയ്യണം. ഇത് ബ്രേക്ക് ചെയ്യാൻ നമുക്ക് ഇനി ഡിസിഷൻ എടുക്കാൻ വേണ്ടി പറ്റുള്ളൂ. അല്ലെങ്കിൽ പിന്നെ ആകെ ഒരു ഓപ്ഷൻ എന്താ വെച്ച് കഴിഞ്ഞാല്, ഇത് പ്രൈസിന് ഫെയിൽ ആവാൻ ഫ്യൂച്ചറിൽ പ്ലാൻ ഉണ്ടെങ്കിൽ മൺഡേ താഴോട്ട് വന്ന് ഈ ഏരിയയിൽ കിടന്ന് തന്നെ കളിക്കാന്ന് വെച്ചോ, ഏഷ്യ. അങ്ങനെയാണെങ്കിൽ നിനക്ക് ഇവിടുന്ന് എന്ത് ചെയ്യാം, ബൈ ചെയ്യാം. പക്ഷെ ഇവിടെ പ്രശ്നം എന്താന്ന് വെച്ച് കഴിഞ്ഞാല്, ഓൾറെഡി 30 മിനിറ്റ്സിന്റെ സപ്ലൈയിൽ ടാപ്പ് ചെയ്തിട്ടാണ് പ്രൈസ് ഇങ്ങോട്ട് വരുന്നത്, താഴോട്ട് വരുന്നത് അല്ലേ. അപ്പൊ അങ്ങനെയാണെങ്കിൽ കഴിഞ്ഞ ദിവസം അനന്തുവിനെ കെസൽ അടിച്ചതുപോലെ എനർജി യുഎസിനകത്ത് വന്ന സെയിം പ്രശ്നം എവിടെയും സംഭവിക്കാം, ഇവിടെയും സംഭവിക്കാം. എന്താ വെച്ചാൽ ഇവിടെ ഒരു പൊട്ടൻഷ്യൽ ബൈ സോൺ ഉണ്ടായിരുന്നു. പ്രൈസ് കൗണ്ടറിന്റെ ഇവിടെ ടാപ്പ് ചെയ്ത് ക്യൂഎംഎൽ ടാപ്പ് ചെയ്തിട്ട് എങ്ങോട്ട് വന്നു, താഴോട്ട് വന്നു. അതിന് പ്രൈസ് ഹോൾഡ് ചെയ്തില്ല, അത് എന്ത് ചെയ്തു, ബ്രേക്ക് ചെയ്തിട്ട് പ്രൈസ് പോയി. സോ ഓവറോൾ 30 മിനിറ്റ്സിൽ മാർക്കറ്റ് എന്താണ്, ബെയറിഷ് ആണ്. അപ്പൊ ആ ഒരു ട്രെൻഡ് ഫോളോ ചെയ്യാനായിരിക്കും ചാൻസ് കൂടുതൽ. ദാറ്റ് മീൻസ് എങ്ങോട്ട് പോവാന്, താഴോട്ട് പോവാന്. മൺഡേ എന്തായാലും നമുക്ക് മാർക്കറ്റ് നോക്കാം, മാർക്കറ്റ് എങ്ങനെയാ ഈ കാണുന്ന ഏരിയ ബിഹേവ് ചെയ്യുന്നുള്ളത്. എന്തായാലും സെൽ സൈഡ് ഞാൻ നോക്കുന്നുള്ളൂ, ഈ എങ്ങനെ പ്ലേ ആവുന്ന നോക്കാം. ഓക്കെ, ഈ അൺമിറ്റിഗേറ്റഡ് വിക്കും റിജക്ഷൻ ബ്ലോക്ക് എന്ന് പറയുന്നത് സെയിം തന്നെയല്ലേ? യാ, അത് സെയിം. അതിന്റെ ക്രിയേഷനിൽ മാത്രമേ വ്യത്യാസമുള്ളൂ. ഫോർ എക്സാമ്പിൾ, ഇപ്പൊ ഒരു വിക്ക് ഇങ്ങനെ നിൽക്കാന്ന് വെച്ചോ, ദിസ് ഇസ് കോൾഡ് അൺമിറ്റിഗേറ്റഡ് വിക്ക്. ഇത് എപ്പോഴാണ് റിജക്ഷൻ ബ്ലോക്ക് ആവാൻ ചോദിച്ചു കഴിഞ്ഞാൽ, പ്രീവിയസ് സ്കാനിലെ ലോ സ്വീപ്പ് ചെയ്തില്ലേ, ഇപ്പൊ ഇതെന്തായി, RBI റിജക്ഷൻ ബ്ലോക്ക് ആയി. ഇത് അൺമിറ്റിഗേറ്റഡ് വിക്ക് തന്നെയാണ്. എന്ന് വെച്ച് കഴിഞ്ഞാൽ എല്ലാ റിജക്ഷൻ ബ്ലോക്കും എന്താണ്, അൺമിറ്റിഗേറ്റഡ് വിക്കാണ്. പക്ഷെ എല്ലാ അൺമിറ്റിഗേറ്റഡ് വിക്കും എന്തല്ല, റിജക്ഷൻ ബ്ലോക്ക് അല്ല. റിജക്ഷൻ ബ്ലോക്ക് ആണെങ്കിൽ പ്രീവിയസ് സ്കാനിലെ ലോ മസ്റ്റ് ആയിട്ട് എന്ത് ചെയ്തിരിക്കണം, സ്വീപ്പ് ചെയ്തിരിക്കണം. എന്നാൽ മാത്രമേ നമുക്ക് റിജക്ഷൻ ബ്ലോക്ക് ആയിട്ട് കൺസിഡർ ചെയ്യേണ്ടി പറ്റുള്ളൂ. പക്ഷെ സ്വീപ്പ് ചെയ്താലും സ്വീപ്പ് ചെയ്തില്ലെങ്കിലും ഇപ്പൊ ഇങ്ങനെയാണെങ്കിൽ പോലും ഇത് എന്താണ്, അൺമിറ്റിഗേറ്റഡ് വിക്കാണ്. അപ്പൊ അത് സെപ്പറേറ്റ് ആയിട്ട് മനസ്സിൽ വെക്കേണ്ട ആവശ്യമില്ല, ആ ടെക്നിക്കൽ ആസ്പെക്ട് മാത്രം എന്ത് ചെയ്യുക, മനസ്സിലാക്കി വെക്കുക. പക്ഷെ എന്തുകൊണ്ട് റിജക്ഷൻ ബ്ലോക്ക് സെപ്പറേറ്റ് ആയിട്ട് പറഞ്ഞു കഴിഞ്ഞാല്, ഇപ്പൊ ഇങ്ങനെ സംഭവിക്കാന്ന് വെച്ചോ, ഇതേ ഏരിയ ഒന്ന് ലോ ടൈം ഫ്രെയിമിൽ പോയി വയ്ക്കാൻ വേണ്ടി നമുക്കവിടെ എന്ത് കാണാൻ വേണ്ടി പറ്റും, ഒരു സെൽ ടു ബൈ ഡിമാൻഡ് സോൺ കാണാൻ വേണ്ടി പറ്റും. അതുകൊണ്ടാണ് അതിന് എന്ത് കൊടുക്കുന്നത്, ഒരു ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത്. ഈ കാണുന്ന ഒരു പക്ക ഒരു ഡിമാൻഡ് സോൺ ആയിരിക്കും. ഇതുപോലൊരു പ്രൈസ് സെഷൻ നിങ്ങൾക്ക് അവിടെ കാണാൻ വേണ്ടി പറ്റും മോസ്റ്റ് ഓഫ് ടൈം. മനസ്സിലായി. നെക്സ്റ്റ് ഡൗട്ട്, ഇപ്പൊ ഡൗട്ടില്ല, നോക്കിയിട്ട് പറയാം.
നെക്സ്റ്റ് റിയൽ ടൈം ചാർട്ടിലേക്ക് വരുമ്പോൾ എന്തായാലും സ്ട്രഗിൾ ചെയ്യും, ഒരുപാട് ബുദ്ധിമുട്ട് ഫേസ് ചെയ്യും. അപ്പോൾ എന്ത് ഡൗട്ട്സ് ആണെങ്കിലും ഓപ്പൺ ആയിട്ട് എന്ത് ചെയ്യാ ചോദിക്കാം. ഓക്കെ, ഇപ്പോൾ നമ്മൾ ആ ഡൗട്ട് വീഡിയോ ഒന്നും വിഷയം തീർന്നിട്ടില്ല കേട്ടോ. ഓക്കെ, കംപ്ലീറ്റ് ആയതിനു ശേഷം Q&As ഒന്ന് ഇരുന്ന് കാണാം കേട്ടോ. ഓക്കെ, അതാണ് ഇപ്പൊ മെയിൻ ചെയ്യുന്നത്. ഓക്കെ, അത് ഭയങ്കര ഇമ്പോർട്ടന്റ് ആണ്. ചില കോഴ്സ് ഡിസ്കസ് ചെയ്യാത്ത പല കാര്യങ്ങളും എന്ത് ചെയ്യുന്നുണ്ട്, ഓക്കെ അത് ഡിസ്കസ് ചെയ്യുന്നുണ്ട്. അത് വേറെ ഒന്നുമല്ല, ചില ക്വസ്റ്റ്യൻസ് ഇതുപോലെ വരുമ്പോഴായിരിക്കും നമ്മൾ എന്തിനു വെക്കുക, ഡിസ്കഷൻസ് വെക്കുക. ആൻഡ് കോഴ്സ് ഡിസൈൻ ചെയ്ത ഞാനല്ല, റെക്കോർഡ് ചെയ്ത ഞാനല്ല, അത് വേറെ മെൻറ്ററാ. പുള്ളി ഇപ്പോൾ അവൈലബിൾ അല്ല, UK ലാപ്പല്ലേ. ഓക്കെ, അപ്പോൾ എൻ്റെ Q&As എല്ലാം എൻ്റെതായ രീതിയിലാണ് എന്ത് വെച്ചിരിക്കുന്നത്, ഹോസ്റ്റ് ചെയ്യുന്നത്. അപ്പൊ എൻ്റെ ഒരു എക്സ്പീരിയൻസ് കൂടി അവിടെ ഞാൻ എന്ത് ചെയ്യുന്നുണ്ട്, ഷെയർ ചെയ്യുന്നുണ്ട്. അല്ല ബ്രോ, ഈ യൂട്യൂബിലേ ടൈപ്പ് 1, ടൈപ്പ് 2, ടൈപ്പ് 3 എന്നൊക്കെ പറയുന്നുണ്ട്. അപ്പൊ അത് നമ്മൾ നോക്കണോ? നോക്കണ്ട. ഓക്കെ അതൊന്നും നമുക്കുള്ളതല്ല, അത് നമ്മുടെ കുറച്ച് ഓൾഡ് മെറ്റീരിയലാണ്. ഓക്കെ, വേറെ എന്തെങ്കിലും ഡൗട്ട്? ഇല്ല, ഒന്നുമില്ല. ശരി, ഫൈൻ. ഗൂഗിൾ ബ്രോ അവിടെ ഉണ്ടാവും. ലിയോജി ബ്രോ? ഒന്നുമില്ല, ചുമ്മാ കേറുന്നുള്ളൂ, ഒന്നും ചൂടാവണ്ട. ഓക്കെ ബൈ. പോവാണ് നീ? അല്ല, ഞാൻ ഇവിടെ ഉണ്ടാവും. കേറുന്നുള്ള ചൂടാവണ്ട, ഓപ്പണായി ചൂടാവണ്ട, ഗ്രൂപ്പിൽ ചാറ്റിൽ എന്തൊക്കെ ചൂടായി, ഇപ്പൊ ഇവിടെ ചൂടാവണ്ട. ഓക്കെ ഫൈൻ. നീ അങ്ങോട്ട് പോവല്ല കേട്ടാ, ലിയോജിനെ. കേട്ടു. ഗൂഗിൾ ബ്രോ അവിടെ ഉണ്ടോ? ഉണ്ട് ബ്രോ. ഡൗട്ട്സ് ആയിട്ട് അങ്ങനെ നിലവിലൊന്നും ഇല്ല. ഓക്കെ, പിന്നെ മറ്റേ ബ്രേക്ക് വെക്കാൻ എപ്പോഴും വിട്ടു. ട്രേഡ് ചെയ്തിട്ട് അത് എപ്പോഴും വിട്ട് പണിയിട്ടാറുണ്ട്. അത് മാത്രം മറന്നു പോവല്ലേ, ബ്രേക്ക് ചെയ്യണം വെക്കാൻ മാത്രം മറന്നു പോവല്ലേ. SL വെക്കാറുണ്ട്, പക്ഷെ ബ്രേക്ക് വെക്കാൻ വിട്ടു. അങ്ങനെ എന്നിട്ട് പണി കിട്ടി. അതൊന്ന് ശ്രദ്ധിക്കണം കേട്ടോ അടുത്ത മുതല്. ബ്രോ, ട്രേഡ് എടുത്ത് വെച്ച് കഴിഞ്ഞാൽ ആണെങ്കിൽ ഒന്ന് അലേർട്ട് ഇട്ട് വെച്ചോണ്ടോ, ഐ മീൻ ഫോണിനകത്ത് എന്തെങ്കിലുമൊക്കെ. ട്രേഡിംഗ് വ്യൂ ഫോണിനകത്ത് ഇൻസ്റ്റാൾ ചെയ്ത് വെച്ചിട്ടില്ലേ? ഉണ്ട്. ഓക്കെ, മുമ്പ് ഒരു ടൂൾ ഉണ്ടായിരുന്നു ഓട്ടോമാറ്റിക് ആയിട്ട് ബ്രേക്ക് ഇവൻ സെറ്റ് ചെയ്യുന്നത്. പക്ഷെ അത് അതിന്റെ കീന് എന്തോ പണി കിട്ടി, ഒരു കുറച്ചുകൂടി അതിന്റെ ചാർജ് ഒക്കെ കൂട്ടി. അതിന്റെ മോഡൽ വേർഷൻ നമ്മളിൽ ഉണ്ടായിരുന്നു. അപ്പൊ അതന്നെ ഒരു ഇത്ര പോയിന്റ് മൂവ് ചെയ്ത് കഴിഞ്ഞാൽ സ്ട്രക്ചർ ബ്രേക്ക് ചെയ്യുമ്പോൾ ഓട്ടോമാറ്റിക് അതന്നെ എന്ത് സെറ്റ് ചെയ്യും, ബ്രേക്ക് ഇവൻ സെറ്റ് ചെയ്യായിരുന്നു. പക്ഷെ അതിപ്പോ വർക്ക് ചെയ്യണില്ല. ഞാൻ വേറെ ഒരു ആൾട്ടർനേറ്റീവ് മെറ്റീരിയൽ കിട്ടാൻ നോക്കട്ടെ. പക്ഷെ അത് സിസ്റ്റം റണ്ണിങ് ആയിരിക്കണം എന്നുള്ള ആ ഒരു പ്രശ്നം ഉണ്ട് അതിനകത്ത്. ഫോണിൽ പറ്റില്ല, സിസ്റ്റത്തിനകത്ത് മാത്രമേ പറ്റുള്ളൂ. അപ്പൊ മെറ്റാകോട്ട് എപ്പോഴും ഓൺ ആയിരിക്കണം, ആ ഒരു പ്രശ്നമുണ്ട്. വേറെ ആൾട്ടർനേറ്റീവ് റിസോഴ്സ് കിട്ടാൻ നോക്കട്ടെ. അതുവരെ ഒന്ന് തൽക്കാലം മാനുവൽ ആയിട്ടൊന്ന് ശ്രദ്ധിക്കുക കേട്ടോ. ഓക്കെ, സോ എല്ലാവരുടെ ഡൗട്ടും കഴിഞ്ഞെന്ന് വിചാരിക്കുന്നു ഈ വീക്കിലെ. ഓക്കെ, സോ നിങ്ങളെ ചാടിക്കറി എൻട്രീസോ കാര്യങ്ങളൊന്നും പ്ലേസ് ചെയ്യില്ലേ. മാർക്കറ്റ് കുറച്ച് ഷോകാണ്, നമ്പർ ഓഫ് എൻട്രീസ് വളരെ കുറവാണ്. എന്നിട്ട് പറഞ്ഞാൽ ബ്രേക്ക് ചെയ്യണമെന്ന് സെറ്റ് ചെയ്യാൻ വിട്ടുപോയത്. ഓൾറെഡി മാർക്കറ്റ് എന്താ പറയാ, രണ്ട് സൈഡിൽ ലിക്വിഡിറ്റീസ് ബിൽഡ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. മേ ബി ഒരു വീക്കിലേക്ക് വേണ്ടിയായിരിക്കാം. സോ നോക്കി ചെയ്യുക. ഇതിന്റെ ഡൗട്ട്സ് ഉണ്ടെങ്കിൽ കമ്മിറ്റ് അത് ചോദിക്കുക. ഒരിക്കലും നിങ്ങൾ ഓവർ ട്രേഡ് ചെയ്യരുത്, പ്രിവെൻസ് ട്രേഡ് ചെയ്യരുത്. ഓക്കെ, നിങ്ങൾക്ക് സ്റ്റോപ്പ് ചെയ്യേണ്ട പോയിന്റ് നിങ്ങൾ മസ്റ്റ് ആയിട്ട് എൻഡ് ചെയ്യുക, സ്റ്റോപ്പ് ചെയ്യുക. പ്രോഫിറ്റ് ഒരു നിശ്ചിത പ്രോഫിറ്റ് നിങ്ങൾ മന്ത്ലിയോ വീക്ക്ലി ഒരു ടാർഗറ്റ് സെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അതിനപ്പുറത്തേക്ക് എന്ത് ചെയ്യരുത്, ട്രേഡ് പ്ലേസ് ചെയ്യാനോ ഒന്നും പോകരുത്. കിട്ടിയ പ്രോഫിറ്റ് സാറ്റിസ്ഫൈഡ് ആവുക, മാർക്കറ്റിന് സ്റ്റെപ്പ് ബാക്ക് ചെയ്യുക. ആൻഡ് ഒരു നിശ്ചിത ടാർഗറ്റ് എത്തിക്കഴിഞ്ഞാൽ പ്രോഫിറ്റ് വിഡ്രോ എടുക്കുക, വെച്ചുകൊണ്ടിരിക്കരുത്. അതായത് നിങ്ങൾ വെച്ചുകൊണ്ടിരുന്നു കഴിഞ്ഞാൽ അത് നിങ്ങളെ വീണ്ടും ക്യാപിറ്റലിനെ എഫക്ട് ചെയ്യുകയും ആ ഒരു ടോട്ടൽ എമൗണ്ട് മുകളിലായിരിക്കും നിങ്ങൾ പിന്നെ റിസ്ക് ചെയ്യാൻ വേണ്ടി പോകുന്നുണ്ടാവും. അത് നിങ്ങൾ ഉണ്ടാക്കിയ പ്രോഫിറ്റിനെ വീണ്ടും എന്ത് ചെയ്യും, എഫക്ട് ചെയ്യാനേ പോകുന്നുള്ളൂ. ഇത്തരം കാര്യങ്ങളൊക്കെ നിങ്ങൾ ശ്രദ്ധിക്കുക. ഡൗട്ട്സ് കമ്മ്യൂണിറ്റിനകത്ത് എന്ത് ചെയ്യുക, ചോദിച്ച് പോവുക. ഓക്കെ, നമുക്ക് നെക്സ്റ്റ് സെഷനകത്ത് അല്ലെ നെക്സ്റ്റ് Q&A നമുക്ക് വീണ്ടും കാണാം. നെക്സ്റ്റ് Q&A മോസ്റ്റ്ലി നമുക്ക് ഈ വരുന്ന വീക്സിൽ എൻട്രീസ് ഉണ്ടെങ്കിൽ നമുക്ക് അതിൻ്റെ ഒരു ബ്രേക്ക് ഡൗൺ സെഷൻസ് എന്ത് ചെയ്യാം, ഹോസ്റ്റ് ചെയ്യാൻ വേണ്ടി ശ്രമിക്കാം. ഇപ്പോൾ ഒരു Q&A നമ്മൾ ഒരു സെഷൻ Q&A സെഷൻ നമ്മൾ ബ്രേക്ക് ഡൗൺ പ്ലാൻ ചെയ്തിട്ടുണ്ടായിരുന്നു. നമുക്ക് എന്ത് ചെയ്യാം, അങ്ങനെ പോകാൻ വേണ്ടി നോക്കാം. ഓക്കെ ബ്രോ, ഈ ഫ്ലിപ്പ് സോണിനെ കുറിച്ചിട്ട് ഒന്ന് പറയാമോ? അത് ഇൻവെസ്റ്റ്മെന്റ് ആയിട്ട് കണക്കാക്കണോ? അത് ഫ്ലിപ്പ് സോൺ സിംപ്ലി ഒരു സ്ട്രോങ് ക്യൂവിന് ശേഷം
ഫ്രോം ക്യൂം ഉണ്ടാക്കുന്നതിന് മുമ്പ് പ്രൈസ് ഒരു ബ്രേക്ക് കോസ്ട്രക്സിന് മുമ്പ് ഒരു ഹയറിൽ ഉണ്ടാക്കുന്നതിന് നമ്മൾ എന്ത് വിളിക്കുന്നത്? ഫ്ലിപ്പ് സോൺ ആയിട്ട് നമ്മൾ കൺസിഡർ ചെയ്യുന്നത്. സോ ഇതിന് നമ്മളൊരു ലിക്വിഡിറ്റി ആയിട്ട് കൺസിഡർ ചെയ്യേണ്ട ആവശ്യമില്ല. പക്ഷെ പ്രശ്നം എന്താ വെച്ച് കഴിഞ്ഞാൽ ഇവിടെ വേറെ ഇതിങ്ങനെ ഡയറക്റ്റ് ആയിട്ട് വരികയെന്ന് വെച്ചോ, അങ്ങനെ ഇതിന് എന്തായിട്ട് കൺസിഡർ ചെയ്യേണ്ടി വരും? ലിക്വിഡിറ്റി ആയിട്ട് കൺസിഡർ ചെയ്യേണ്ടി വരും. ഇതിനായിരിക്കും ചാൻസ് കൂടുതൽ. ഓക്കെ, അല്ലാത്ത പക്ഷം നമുക്കിതിനെ കൺസിഡർ ചെയ്യാം, എൻട്രിയും നോക്കാം. എൻട്രി ഞാൻ കഴിഞ്ഞ ദിവസം ഉണ്ടായിരുന്ന യുവിനകത്ത് ഒരു എൻട്രി ഉണ്ടായിരുന്നു, ഞങ്ങൾ എൻട്രി പ്ലേസ് ചെയ്ത ഒരു പേജ്. ഇത് കണ്ടില്ല, ഇത് ഫ്ലിപ്പ് സോൺ ആയിരുന്നു. ഓക്കെ, സോ വേറെ എന്തെങ്കിലും ഡൗട്ട്? ഇല്ല. ഓക്കെ, ഫൈൻ, ഷുവർ. സെഷൻ മൈൻഡ് ചെയ്യട്ടെ. ഓക്കെ, ഓക്കെ, സോ നമുക്ക് അടുത്ത സെഷനിൽ വീണ്ടും കാണാം. ഹാവ് എ നൈസ് ഡേ. ബൈ. താങ്ക് യു. ബൈ. ബൈ ബ്രോ.